കൃഷിയുമായി ബന്ധപ്പെട്ട ധാരണകളും തെറ്റിദ്ധാരണകളെക്കുറിച്ചുള്ള ഒരു ശാസ്ത്രീയ അവലോകനമാണ് ഈ സെക്ഷനിൽ ഉദ്ദേശിക്കുന്നത്. ഈ സെക്ഷൻ കൈകാര്യം ചെയ്യുന്നത് ഡോക്ടർ ശ്രീകുമാർ KM ആണ്. പടന്നക്കാട് കാർഷിക കോളേജിലെ പ്രൊഫസറായ അദ്ദേഹം ഇവിടെ രാവിലെ തന്നെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെ ഔപചാരികമായിട്ട് ഞാൻ സ്വാഗതം ചെയ്യുന്നു. കാരണം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു വ്യത്യസ്ത അഭിപ്രായം പുലർത്തുന്ന ഒരു വ്യക്തി എന്ന രീതിയിൽ ശ്രദ്ധേയനായ ഡോക്ടർ നമുക്ക് ഈ വിഷയം കൈകാര്യം കിട്ടിയതിൽ സന്തോഷം അറിയിക്കുന്നതോടൊപ്പം ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല, അദ്ദേഹത്തെ ഈ പ്രസൻറ്റേഷന് വേണ്ടിയിട്ട് ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ടവരെ, പ്രിയപ്പെട്ടവരെ, ആദ്യമായിട്ട് എന്നെ ഈ സംവാദത്തിലേക്ക് അല്ലെങ്കിൽ ഈ വൈകുന്നേരത്തിലേക്ക് ക്ഷണിച്ചതിന് ഇതിൻ്റെ സംഘാടകരോട് ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. തന്നിട്ടുള്ള വിഷയം ജൈവകൃഷി മിഥ്യയും സത്യവും എന്നുള്ളതാണ്. നമ്മളിന്ന് കേരളത്തിൽ മാത്രമല്ല ആഗോളപരമായിട്ട് തന്നെ എല്ലാവരും ജൈവകൃഷി മതി, ജൈവകൃഷിയിലേക്ക് പോകണം എന്നുള്ളൊരു അഭിപ്രായം കൂടുതൽ ശക്തിപ്പെട്ട് വരുന്ന ഒരു കാലമാണ്. അപ്പോൾ അതിൻ്റെ വസ്തുതകൾ എന്തൊക്കെയാണ് എന്ന് പരിശോധിക്കേണ്ടത് വളരെ പ്രധാനമാണ്. കാരണം ഇന്ന് നമ്മൾ വയറ് നിറഞ്ഞിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ പല കാഴ്ചകളും കാണുന്നില്ല. അപ്പോൾ എന്തായിരുന്നു കൃഷിയുടെ ചരിത്രം, എങ്ങനെയാണത് മുമ്പോട്ട് പോയത്, ഇന്ന് നമ്മൾ എവിടെ എത്തി നിൽക്കുന്നു, ഇനി എങ്ങോട്ടേക്ക് പോകണം എന്നുള്ളത് ചരിത്രപരമായിട്ടുള്ള ഒരു തിരിഞ്ഞു നോട്ടം ആവശ്യമാണ്. ആദ്യമായിട്ട് അത് ചെയ്യാം. പിന്നെ നമ്മൾക്ക് ഈ ജൈവകൃഷിയിൽ ഇന്ന് പറയുന്ന ഈ കാര്യങ്ങളുടെ വസ്തുതകൾ എന്തൊക്കെയാണ് എന്നുള്ളത് പരിശോധിക്കാം. ഭക്ഷണമാണ് ഏറ്റവും പ്രധാനം. മനുഷ്യനൊരു 10,000 വർഷങ്ങൾക്ക് മുമ്പ് മാത്രമാണ് കൃഷി 11,000 വർഷം പുതിയ പഠനങ്ങൾ അതാണ് പറയുന്നത്. ഒരു 11,000 വർഷമേ ആയിട്ടുള്ളൂ കൃഷി തുടങ്ങിയിട്ട്. അപ്പോൾ ആദ്യകാലത്ത് ജസ്റ്റ് വിത്ത് എറിഞ്ഞിട്ട് എന്താണ് കിട്ടുന്നതെന്ന് വെച്ചാൽ എടുക്കുക, പിന്നീട് അത് കൊത്തും കിളയും ഒക്കെ ആയിട്ട് ഇരുമ്പ് ഇതൊക്കെ ആയുധങ്ങളൊക്കെ വികസിപ്പിച്ചോട് കൂടിയിട്ട് സുമേറിയയിലും ബാക്കിയുള്ള പല സംസ്കാരങ്ങളിലും അത് കൃഷിയായിട്ട് വളർന്നു. ഈജിപ്ത്യൻ നദീതടങ്ങളിലൊക്കെ അത് കൃഷിയായിട്ട് വികസിച്ചു വന്നു. പിന്നെയാണ് മനസ്സിലാക്കിയ ഒരു കാര്യം, ഈ വിളവ് കുറഞ്ഞു വരുന്നു. കൊല്ലം കൃഷി എടുത്തുകൊണ്ടിരിക്കുമ്പോൾ വിളവ് കുറഞ്ഞു വരുന്നു. അതിൻ്റെ കാരണങ്ങൾ അന്വേഷിച്ചപ്പോൾ സ്വാഭാവികമായിട്ടും മനുഷ്യൻ്റെയും മൃഗങ്ങളുടെയും വിസർജ്യങ്ങൾ തിരിച്ച് കണ്ടത്തിലേക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ വിളവ് നിലനിർത്താം, ഫലപുഷ്ടി നിലനിർത്താം എന്നുള്ളത് മനസ്സിലാക്കുന്നു. പിന്നെ ഈ പയറുവർഗ്ഗങ്ങൾ കൃഷി ചെയ്ത് കഴിഞ്ഞാൽ വിളവ് കൂട്ടാം എന്നുള്ളത് മനസ്സിലാക്കുന്നു. അങ്ങനെ നിരന്തരമായിട്ട് പഠനങ്ങളിലൂടെയാണ് മനുഷ്യവംശം വളർന്നു വന്നത്. നമ്മളങ്ങനെ നോക്കുമ്പോൾ എണ്ണം കൂടി വരുമ്പോൾ സ്വാഭാവികമായിട്ടും നേരത്തെ ഡോക്ടർമാരൊക്കെ പറഞ്ഞതുമാതിരിയുള്ള ക്ഷാമങ്ങൾ ഉണ്ടാവുന്നു. ക്ഷാമങ്ങൾ എന്ന് പറഞ്ഞാൽ കേവലം ഒരു 8-10 പേരല്ല, ലക്ഷക്കണക്കിന് ആൾക്കാർ മരിക്കുന്ന ക്ഷാമങ്ങൾ ഉണ്ടാവുന്നു. ഇപ്പോൾ ഇന്ത്യയിലുള്ള ക്ഷാമങ്ങളെ ചരിത്രം ഞാൻ പറയുന്നുണ്ട്. യൂറോപ്പിലും മറ്റുള്ള രാജ്യങ്ങളിലും നമ്മളെടുക്കാൻ മാത്രമല്ല ഇതുമാതിരിയുള്ള ക്ഷാമങ്ങൾ ഉണ്ടാവുന്നുണ്ട്. പണ്ടൊക്കെ പറഞ്ഞിരുന്നത് എന്താണെന്നറിയോ, എങ്ങനെങ്കിലും ഒന്ന് ക്ഷാമം ഉണ്ടായിട്ട് കുറേ ആൾക്കാർ മരിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ള ആൾക്കാർ രക്ഷപ്പെട്ടു എന്നുള്ളതാണ് അന്നേരത്തേക്ക് ഒരു ചിന്താഗതി. അങ്ങനെ മരിച്ച് അല്ലെങ്കിൽ യുദ്ധങ്ങൾ മൂലം ആൾക്കാരുടെ എണ്ണം കുറച്ച് കുറഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ രക്ഷയുള്ളൂ. അങ്ങനെ ജനങ്ങളുടെ എണ്ണം കുറയണമായിരുന്നു എന്നാണ് അന്നൊക്കെ ഉണ്ടായിരുന്ന ചിന്താഗതി. അപ്പോൾ അതിനുശേഷം നമ്മൾ ഈ ഇതിനൊക്കെ കൂടുതൽ പഠിച്ചു. നമ്മൾ ലോക ചരിത്രത്തിൽ നോക്കുക, ഇത് ഇന്ത്യയിലെ ക്ഷാമങ്ങളുടെ മാത്രമാണ്. ഇന്ത്യയിലെ ക്ഷാമങ്ങൾ ലക്ഷക്കണക്കിന് ആൾക്കാർ മരിച്ച ക്ഷാമങ്ങളുടെ കണക്കുകളാണ് ഈ കാണുന്നത്. ലക്ഷക്കണക്കിന് ആൾക്കാർ ഒന്നുകിൽ ഗുജറാത്തിൽ, അല്ലെങ്കിൽ ജാർഖണ്ഡിൽ, അല്ലെങ്കിൽ മദ്രാസിൽ എവിടെയെങ്കിലുമൊക്കെ ആയിട്ട് ഒരു 8-10 കൊല്ലം കൂടുമ്പം 1, 2, 3, 5, 10, 20 ലക്ഷം ആൾക്കാർ മരിച്ച് റെക്കോർഡഡ് എവിഡൻസസ് ആണ് ഞാൻ ഈ കാണിച്ചിരിക്കുന്നത്. ആയിരക്കണക്കിന് ആൾക്കാർ മരിച്ചതൊന്നും എവിടെയും റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ട് വരെ ഉണ്ടാവില്ല. ഇത് 1887 ഒരു ക്ഷാമത്തിൻ്റെ ഫോട്ടോ. അപ്പോൾ ബ്രിട്ടീഷുകാർ വരുന്നതിന് മുമ്പും ഇവിടെ ക്ഷാമങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിനുശേഷം സാഹചര്യം വളരെ രൂക്ഷമായിട്ടുണ്ട്. അതിനുശേഷമാണ് ഈ ലോകത്തെങ്ങും ആധുനിക കൃഷി വികസിച്ചു വരുന്നത്. അത് അത്രേ കാലമായിട്ടുള്ളൂ, ഒരു 100-115 വർഷമേ ആയിട്ടുള്ളൂ
കൃഷി ആധുനികവൽക്കരിക്കപ്പെടുന്നത്. അതായത് ആധുനിക ശാസ്ത്രത്തിൻ്റെ മെത്തഡോളജി, അതിൻ്റെ അറിവുകൾ കൃഷിയിലേക്ക് കൊണ്ടുവരികയും അതുപയോഗിച്ച് പുതിയ പരീക്ഷണങ്ങളും നിരീക്ഷണങ്ങളും നടത്തി കൃഷി ശാസ്ത്രീയമാക്കുന്നത് അടുത്ത കാലത്ത് മാത്രമാണ്. ഇത് ഞാൻ അങ്ങനെ വിശദമായിട്ട് പറയുന്നില്ല. ഏതായാലും ആധുനിക കാർഷിക രസതന്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന ജർമ്മൻ ശാസ്ത്രജ്ഞനായിട്ടുള്ള കാൾ വോൺ ലീബിഗ് ആണ് ഇതിനെ തുടക്കമിടുന്നത്. കാൾ വോൺ ലീബിഗ് അദ്ദേഹത്തിൻ്റെ ലോ ഓഫ് മിനിമം എന്ന് പറഞ്ഞൊരു തിയറി ഉണ്ട്. അതായത് ഒരു മണ്ണിൽ ഏത് മൂലകമാണോ ഏറ്റവും ഇരിക്കുന്നത് അതിന് കണക്കായിട്ട് മാത്രമേ അതിന് ഉൽപ്പാദനം ഉണ്ടാവുള്ളൂ എന്നുള്ളതാണ് അതിൻ്റെ ഒരു തത്വം. ലോ ഓഫ് മിനിമം എന്നാണ് അറിയപ്പെടുന്നത്. പിന്നെ ആദ്യത്തെ രാസവളം എന്ന് പറയുന്ന റോക്ക് ഫോസ്ഫേറ്റ് സൾഫ്യൂരിക് ആസിഡുമായിട്ട് ട്രീറ്റ് ചെയ്തിട്ട് സൂപ്പർ ഫോസ്ഫേറ്റ് ഉണ്ടാക്കുന്നത് അദ്ദേഹമാണ്. അത് 1843 ആ വർഷം തന്നെ ഈ വളങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് കൃഷി മെച്ചപ്പെടുത്തുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള പഠനങ്ങൾ അപ്പോഴും തന്നെ ആരംഭിക്കും. പിന്നീട് പുതിയ ഇനങ്ങൾ, അതായത് മെൻഡലിൻ്റെ അറിയപ്പെടാതിരുന്ന പഠനങ്ങൾ പിന്നീട് 1900-കളിലാണ് വീണ്ടും വെളിച്ചത്ത് വരുന്നതും പുതിയ ഇനങ്ങൾ ബ്രീഡ് ചെയ്ത് ഉണ്ടാക്കുന്നതും. അപ്പോൾ യൂറിയ ഉണ്ടാക്കിയിട്ട് നൈട്രജൻ ഫെർട്ടിലൈസർ വരുന്ന 1912-ലാണ്. ഇന്ത്യയിലാണെങ്കിൽ ഈ എപ്പോഴും ക്ഷാമങ്ങളും മരണങ്ങളും ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളെ ഇപ്പോഴത്തെ സർക്കാർ മാതിരി അന്നത്തെ സർക്കാർ ഒരു കമ്മീഷൻ ഉണ്ടാക്കും. ആ കമ്മീഷൻ ഒരു റോയൽ കമ്മീഷൻ ഓൺ അഗ്രികൾച്ചറിൻ്റെ ഒരു നിർദ്ദേശമായിട്ടാണ് ഇന്ത്യയിൽ കൃഷി ആധുനികവൽക്കരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് 5 കാർഷിക കോളേജുകൾ 1905 തുടങ്ങുന്നത്. അത് ഇന്ന് 64 അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റികളായിട്ട് വികസിച്ചിരിക്കുന്നു. ഇനി അങ്ങനെ ഇന്ത്യ സ്വാതന്ത്ര്യത്തിൻ്റെ തുടക്കത്തിൽ നമ്മൾക്ക് വലിയ പ്രതീക്ഷകളായിരുന്ന ഒരു 47-ൻ്റെ കാലഘട്ടത്തിൽ നമ്മുടെ ആയുർദൈർഘ്യം കേവലം 40 വർഷം മാത്രമാണ്. പിന്നെ സ്വാതന്ത്ര്യം കിട്ടിയ സമയത്ത് നമ്മൾക്കെല്ലാം വളരെ പ്രതീക്ഷയായിരുന്നെങ്കിലും ഒരുപാട് പേര് എല്ലാം അന്ത്യപ്രവചനം നടത്തുകയാണ് ഉണ്ടായത്. മാഞ്ചസ്റ്റർ ഗാർഡിയൻ എന്നുള്ള പത്രം പറഞ്ഞെന്താണെന്നറിയോ? ഇന്ത്യ വിൻസ് ഫ്രീഡം ഫോർ പോവർട്ടി ആൻഡ് ഫാമിൻ എന്നുള്ളതാണ്. കാര്യം പച്ചക്ക് പറഞ്ഞു, ഇന്ത്യ സ്വാതന്ത്ര്യം നേടുന്നത് പട്ടിണി മരണങ്ങൾക്ക് വേണ്ടിയിട്ടാണ് എന്നാണ് മാഞ്ചസ്റ്റർ ഗാർഡിയൻ പറഞ്ഞത്. പിന്നെ നിരവധി പ്രവചനങ്ങൾ. 1975 ലക്ഷക്കണക്കിന് ആൾക്കാർ ഇന്ത്യയിൽ മരിക്കും ഇന്നത്തെ തോതിൽ പോയി കഴിഞ്ഞാൽ. അങ്ങനെ നിരവധി പ്രവചനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ദ പോപ്പുലേഷൻ ബോംബ്, പോൾ ഏളിച്ചിൻ്റെ പോപ്പുലേഷൻ ബോംബ്, ഇതെല്ലാം ഇറങ്ങിയ പുസ്തകമാണിത്. ഇന്ത്യൻ്റെ മാതിരി 3-ാം ലോക രാജ്യങ്ങളിൽ ജനം കൂടിക്കഴിഞ്ഞാൽ ആകപ്പാടെ പ്രശ്നമാണ്. ഫാമിൻ ഇൻ 1975 ഇത് 50-ൽ എഴുതിയ പുസ്തകമാണ്, 50-ലും 60-ലും എഴുതിയ പുസ്തകമാണ്. അതായത് 75-ൽ ക്ഷാമം ഉണ്ടാവും, ലക്ഷക്കണക്കിന് ആൾക്കാർ ഇന്ത്യയിൽ മരിച്ചു പോവും, പുഴുക്കള മാതിരി മരിച്ചു പോവും എന്നാണ് ഈ പ്രഡിക്ഷൻ. നമ്മൾ സ്വാതന്ത്ര്യം കിട്ടിയ സമയത്ത് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു എല്ലാ രാജ്യങ്ങളിലും പോയിട്ട് വിദേശ രാജ്യത്തലവന്മാരുമായിട്ട് ഉടമ്പടി ഒപ്പിടുമായിരുന്നു. അത് കാർട്ടൂണിസ്റ്റ് ശങ്കർ ഒരു ചിത്രം വരച്ചു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിദേശ രാജ്യത്തലവന്മാർ രണ്ടാളും കൂടെ, നെഹ്റുവും മറ്റേയാളും കൂടെ പാലസിൻ്റെ മുമ്പിലിരുന്ന് ഉടമ്പടി ഒപ്പിടുന്നു. പാലസിൻ്റെ പിറകിൽ പോയിട്ട് നെഹ്റു ചാക്ക് കാണിച്ചു കൊടുക്കുന്നു, അങ്ങേര് ഗോതമ്പ് ഇട്ട് കൊടുക്കുന്നു. ആ ഗോതമ്പ് കപ്പലിൽ കൊണ്ടുവന്നിട്ട് വേണം ഇവിടെ റേഷൻ ഷാപ്പ് വഴി വിതരണം ചെയ്തിട്ട് വേണം ഒന്ന് പട്ടിണി, ഒരു നേരത്തെ 3 നേരം കഴിക്കാനല്ല, ഒരു നേരം കഴിക്കാൻ, അതിനു വേണ്ടിയിട്ട് ആ ഗോതമ്പ് കിട്ടണമായിരുന്നു. അങ്ങനെയാണ് നമ്മുടെ അന്നേരത്തെ അസ്തിത്വം, നിലനിൽപ്പ് എന്ന് പറയുന്നത്. ഇറ്റ് വാസ് ഫ്രം ഷിപ്പ് ടു മൗത്ത്, കപ്പലിൽ നിന്ന് വായിലേക്കുള്ളതായിരുന്നു നമ്മുടെ അന്നേരത്തെ ഒരു നിലനിൽപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്ത്യയിൽ അന്ന് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ, കേരളത്തിലും ഇന്ത്യയിൽ ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ, കേരളത്തിൽ പ്രത്യേകിച്ചും എവിടെ നോക്കിയാലും നെല്ല്, 1-ാം വിള 2-ാം വിള 3-ാം വിള, വെള്ളമുള്ള കണ്ടങ്ങളിൽ, പറമ്പുകളിൽ പൂത്താട കൃഷി, കണ്ണൂർ ജില്ലയിൽ പറയാ പൂത്താട കൃഷി എന്നാണ്. പറമ്പിലൊക്കെ കഴിയുന്ന സ്ഥലങ്ങളിലൊക്കെ നെല്ല് ചെയ്യും, അത് പൂത്താട കൃഷി. പിന്നെ കിഴക്കൻ മലനിരകൾ വെട്ടി വെളുപ്പിച്ച് കപ്പയിട്ടിരുന്നു ആദ്യം, പിന്നെ നെല്ലും പൊനം കൃഷി. അങ്ങനെയൊക്കെ ചെയ്തിട്ട് കൂടി 2 നേരം, 1 നേരം 3 നേരം പോട്ടെ 2 നേരം കഴിച്ചിരുന്നവരെ വരെ വളരെ കുറവായിരുന്നു ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞപ്പോൾ പിന്നെ ഈ ഗോതമ്പ് കിട്ടാൻ വേണ്ടി അമേരിക്കയിൽ നിന്ന് നമ്മളന്നേരം സോവിയറ്റ് യൂണിയനോടായിരുന്നല്ലോ ഒരു ചായ്വ്. അപ്പോൾ അമേരിക്കയിൽ നിന്ന് ഗോതമ്പ് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? അമേരിക്ക പറഞ്ഞു ഞങ്ങളുമായിട്ട് ഒരു ഉടമ്പടി ഒപ്പിടണം. അതിൻ്റെ പേരാണ് PL 480. നമ്മളിതൊന്നും മറന്നുപോയിക്കൂടാ. PL 480, പബ്ലിക് ലോ 480.
അതെന്താണെന്നറിയോ? ഗോതമ്പ് ഞങ്ങൾ ഇഷ്ടം പോലെ തരാം, അമേരിക്ക റെഡി. പക്ഷെ എന്ത് ചെയ്യണം? നിങ്ങളുടെ ഗവേഷണ ലാബുകളിൽ നടക്കുന്ന കംപ്ലീറ്റ് വിവരങ്ങൾ ഞങ്ങൾക്ക് തരണം. നിങ്ങളുടെ വികസന പ്രവർത്തനങ്ങൾ, ഒരു റോഡ് ഉണ്ടാക്കുന്നത്, ഒരു കൾവേർട്ട് കെട്ടുന്നത് അടക്കമുള്ള സകല വികസന പ്രവർത്തനങ്ങളുടെയും വിവരം ഞങ്ങൾക്ക് തരണം. എന്നാൽ ഞങ്ങൾ ഗോതമ്പ് തരാം. ഇതാണ് PL 480 എന്ന് പറയുന്ന നിയമം. ആ നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾക്ക് അല്ലേ സ്കൂളിൽ ഉപ്മാവും പാലും എന്ന് പറയുന്ന പിന്നെ ചോളപ്പൊടിയും കൂടെ കഴിച്ചിട്ടാണ് ഒരു തലമുറയെന്ന് ജീവിച്ച്. സ്കൂളിൽ പഠിക്കാനല്ല പോയത്, കഞ്ഞി കുടിക്കാൻ, ഉപ്മാവ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അന്ന് സ്കൂളിൽ പോയത്. അങ്ങനെയായിരുന്നു. നമ്മൾ എത്ര 60 ലക്ഷം ടണ്ണാണ് നമ്മൾ ഓരോ കൊല്ലം ഇറക്കുമതി ചെയ്തിരുന്ന ഗോതമ്പ്. അന്ന് പിന്നെ ഒരു UP ഗവൺമെന്റിന്റെ ഒരു നിയമമുണ്ട്, ഒരു സദ്യക്ക് 50 പേരിൽ കൂടുതൽ പാടില്ല എന്ന് പറഞ്ഞൊരു നിയമമുണ്ട്. ഞാനത് കട്ടിങ് വെക്കാൻ വിട്ടുപോയി. അന്നേരം ഈ ഗോതമ്പ് നമുക്ക് അമേരിക്ക തരുമ്പോൾ ഇദ്ദേഹത്തിന്റെ പിന്നെ കൊളംബിയ യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറായിട്ടുള്ള ഗാരറ്റ് ഹാർഡിന്റെ ഒരു പേപ്പർ അന്നേരം പുറത്തു വന്നു. എന്താണെന്നറിയോ? ദ ലൈഫ് ബോട്ട് എത്തിക്സ്. ലൈഫ് ബോട്ട് എത്തിക്സിൽ പറയുന്നത് വളരെ സിമ്പിളാണ്. അതായത് നമ്മളെല്ലാവരും കൂടെ ഒരു കടലിലേക്ക് യാത്ര പോവാണ്, ഒരു കപ്പലിൽ പോകുന്നു. അതിൽ കുറേ പിന്നെ ആൾക്കാരുണ്ട്, ഒരു 1000 ആൾക്കാരുണ്ട്. അതിൽ 5 ലൈഫ് ബോട്ടേ ഉള്ളൂ. ഒരു ലൈഫ് ബോട്ടിൽ 50 ആൾക്കേ പിടിക്കുള്ളൂ. ഒരു കണക്ക് പറഞ്ഞാണ്. അപ്പോൾ നമ്മളങ്ങനെ യാത്ര പോയി, കപ്പൽ തകർന്നു, ലൈഫ് ബോട്ടൊക്കെ എടുത്ത് വെള്ളത്തിലിട്ട് ആൾക്കാർ അതിൽ ചാടിപ്പറ്റി കയറിപ്പറ്റി 5 ലൈഫ് ബോട്ടിലായിട്ട് 250 ആൾക്കാർ കയറിപ്പറ്റി. ബാക്കിയുള്ള 750 ആൾക്കാരും വെള്ളത്തിൽ തുഴഞ്ഞുകൊണ്ടിരിക്കുന്നു. അങ്ങനെ വരുമ്പോൾ നിങ്ങളുടെ ഭാര്യ നീന്തിക്കൊണ്ടിരിക്കുന്നു, ഭർത്താവ് ലൈഫ് ബോട്ടിൽ. നിങ്ങൾക്ക് അവരെ പിടിച്ച് കയറ്റാൻ പറ്റുമോ? കാരണം 26ാമത്തെ ആളെ കയറ്റിക്കഴിഞ്ഞാൽ 25 പേരടക്കം മുങ്ങിപ്പോവും. അപ്പൊ കയറ്റാൻ സമ്മതിക്കുമോ മനസ്സുണ്ടായാൽ തന്നെ? അതാണ് ലൈഫ് ബോട്ട് എത്തിക്സ് എന്ന് പറയുന്നത്. കാരണം ലൈഫ് ബോട്ടിലാണ് ഈ ഭൂമി, ഈ ഒരു കോണ്ടിനെന്റും ഓരോ ലൈഫ് ബോട്ടാണ്. അതിലുള്ള റിസോഴ്സസ്, വിഭവങ്ങൾ പരിമിതമാണ്, തീർന്നു പോകുന്നതാണ്. അധികം ആളുണ്ടായിക്കൂടാ. മുങ്ങിച്ചാവുന്നവനെ നമ്മൾ ഗോതമ്പ് കൊടുത്ത് രക്ഷപ്പെടുത്തരുത്. അതുകൊണ്ട് അന്ന് എത്യോപ്യയിൽ പിന്നെ യുദ്ധം നടക്കിയെന്ന്, പട്ടിണി മരണം നടക്കിയെന്ന്. അപ്പോൾ അന്ന് അമേരിക്കൻ ഗവൺമെന്റിനോട് ഇദ്ദേഹത്തിന്റെ ഉപദേശം, ഗോതമ്പ് കൊടുക്കരുത്, ഇവിടെ കടലിൽ കെട്ടി താഴ്ത്തി കഴിഞ്ഞാലും എത്യോപ്യയിലേക്ക് ഗോതമ്പ് കൊടുക്കരുത് എന്നുള്ളതായിരുന്നു ഇദ്ദേഹത്തിന്റെ ഉപദേശം ഉണ്ടായിരുന്നത്. ഇദ്ദേഹം മറ്റൊന്നും കൊണ്ടല്ല, ഇക്കോളജീന്റെ പ്രൊഫസർ ആയിരുന്നു ഇദ്ദേഹം. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇക്കോളജിയിൽ നമ്മൾ പറയുന്നുണ്ടല്ലോ ക്യാരിയിങ് കപ്പാസിറ്റി എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. ആ ക്യാരിയിങ് കപ്പാസിറ്റിക്ക് ഉള്ളിൽ ഒരു ഓർഗാനിസത്തിന്റെ ഏത് ജീവിവർഗമായിക്കോട്ടെ അതിൻ്റെ എണ്ണം ക്യാരിയിങ് കപ്പാസിറ്റിക്ക് അകത്ത് നിൽക്കണം. അധികമായി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും മരണത്തിന് വിട്ടുകൊടുക്കണം. അതാണ് പ്രകൃതിയിൽ നടക്കുന്നത്. അങ്ങനെ സംഭവിക്കട്ടെ എന്നുള്ളതാണ് ഇദ്ദേഹം പറയുന്നത്. അമേരിക്കയിൽ ഏതായാലും അതിനൊരു കണക്കുണ്ട്, അമേരിക്കക്കാർ അങ്ങനെ ചത്തുപോകില്ല. 3-ാം ലോക രാജ്യത്തിലെ ആൾക്കാർ പുഴുക്കല മാതിരി ചത്തുപോക്കോട്ടെ, നമ്മളായിട്ട് ഗോതമ്പ് കൊടുത്ത് അവനെ ജീവിപ്പിക്കരുത്. അവൻ നമ്മുടെ ബോട്ടിലേക്ക് കയറാൻ വരും പിന്നീട്, അവൻ്റെ എണ്ണം കൂടിക്കഴിഞ്ഞാൽ. അതാണ് അദ്ദേഹത്തിൻ്റെ തത്വം. വളരെ സിമ്പിളായിട്ടുള്ള തത്വമാണ്. ഇങ്ങനെയുള്ള തത്വങ്ങളായിരുന്നു. ഏതായാലും ഇദ്ദേഹത്തിൻ്റെ സിദ്ധാന്തങ്ങളും ബാക്കിയുള്ള നിരവധി പ്രവചനങ്ങളെയും തകർത്തുകൊണ്ടാണ് നമ്മൾക്ക് ഇവിടെ ഒരു ഭക്ഷ്യ സുരക്ഷ സാധ്യമായത്. അന്ന് സ്വാതന്ത്ര്യം കിട്ടിയ സമയത്ത് നമുക്ക് നിരവധി കാർഷിക പ്രോഗ്രാമുകൾ ഉണ്ടായിരുന്നു. കാരണം പുതിയ രാജ്യമാണ് അല്ലേ, പുതിയ പ്രതീക്ഷകളാണ്. അപ്പോൾ പിന്നെ ഇൻറ്റൻസീവ് അഗ്രികൾച്ചർ ഏരിയ പ്രോഗ്രാം, ഇൻറ്റൻസീവ് അഗ്രികൾച്ചർ ഡിസ്ട്രിക്ട് പ്രോഗ്രാം, ഡ്രോട്ട് പ്രോൺ ഏരിയ പ്രോഗ്രാം, ഗ്രോ മോർ ഫുഡ് ക്യാമ്പയിൻ, അങ്ങനെ നിരവധി പ്രോജക്റ്റുകളിൽ കൂടി നമ്മൾ പിന്നെ ഭക്ഷണ സാധനങ്ങൾ കൂടുതൽ ഉൽപ്പാദിപ്പിക്കുവാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തി. പക്ഷേ വല്ലതും നടന്നുവോ? ഇത് 1958 പ്രധാനമന്ത്രി നെഹ്റു നമ്മുടെ പാർലമെന്റിൽ ഏറ്റുപറയുന്നതാണ്. ഒരു കൺഫെഷൻ, ഒരു കുറ്റസമ്മതമാണ്. അതായത് നമ്മൾ നിരവധി പ്രോഗ്രാമുകൾ നടത്തി, പലതും ചെയ്തു, പക്ഷേ ഭക്ഷണം ഉണ്ടാക്കാൻ നമുക്ക് ആവശ്യത്തിന് ഭക്ഷണം, പട്ടിണി മാറ്റാൻ നമുക്ക് സാധിക്കുന്നില്ല. ഇപ്പോഴും മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ള അരി, ഗോതമ്പും കൊണ്ടാണ് നമ്മളിവിടെ ജീവിച്ചു പോകുന്നത്. അപ്പോൾ ഏതായാലും പിന്നെ നമ്മൾക്ക് പ്രതീക്ഷകളുണ്ട്. എല്ലാവിധ സംസ്ഥാന ഗവൺമെൻറ്റുകളും കൂടുതൽ സഹകരിക്കണം എന്നൊക്കെയാണ് ആ ഒരു പ്രസംഗത്തിലുള്ളത്. ഇത് പിന്നെ 58 ഓഗസ്റ്റിൽ ജനയുഗത്തിൽ വന്നതാണ്. അങ്ങനെയാണ് പ്രശസ്തമായിട്ടുള്ള നെഹ്റുവിയൻ ചൊല്ല് എവറിതിങ് എൽസ് ക്യാൻ വെയിറ്റ് എക്സെപ്റ്റ് അഗ്രികൾച്ചർ എന്നുള്ള വളരെ പ്രശസ്തമായിട്ടുള്ള ചൊല്ല് ഇതിൽ നിന്നാണ് വരുന്നത്. അതിനുശേഷമാണ് നമ്മുടെ ഒരു പ്രശസ്ത സ്റ്റേറ്റ്സ്മാൻ ആയിട്ടുള്ള C. സുബ്രഹ്മണ്യം, അദ്ദേഹമാണ് പിന്നെ ഇതിനൊരു തുടക്കം ഇടുന്നത്. അതായത്
പട്ടിണി രാജ്യമായിട്ടുള്ള മെക്സിക്കോവിൽ ഒരു അത്ഭുതം, ഒരു 10-15 കൊല്ലങ്ങൾക്കുള്ളിൽ ഒരു അത്ഭുതം സംഭവിച്ചു. അവർ ചോളം കയറ്റുമതി ചെയ്യാൻ തുടങ്ങി. അത്രേ ഉള്ളൂ. ഡ്യൂപോണ്ടിൽ നിന്ന് റിസൈൻ ചെയ്തിട്ട് നോർമൻ ബോർലോഗ് എന്ന് പറയുന്ന ശാസ്ത്രജ്ഞൻ മെക്സിക്കോയിലേക്ക് വരികയും മെക്സിക്കോയിലുള്ള പാടശേഖരങ്ങളിൽ അലഞ്ഞ് ഏറ്റവും റെസിസ്റ്റൻ്റ് ആയിട്ടുള്ളതും ഹൈൽഡിങ്ങും ആയിട്ടുള്ള ഇനങ്ങൾ ശേഖരിച്ചെടുത്ത് അത് പിന്നെ മെക്സിക്കോയിലെ പ്ലെയിൻസിലും മെക്സിക്കോയിലെ ഹൈ ആൾട്ടിറ്റ്യൂഡ് ഏരിയാസിലും ഒക്കെ ബ്രീഡ് ചെയ്ത് തുടർച്ചയായിട്ട് 8 വർഷം ബ്രീഡ് ചെയ്ത് പുതിയ ഇനങ്ങൾ ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്തത്. അതുവഴിയാണ് അവർക്ക് പുതിയ ഭക്ഷ്യ സുരക്ഷ ഉണ്ടാക്കാൻ വേണ്ടി പറ്റി. ഈവൻ ഭക്ഷണ സാധനങ്ങൾ ചോളം കയറ്റുമതി ചെയ്യാൻ വരെ അവർക്ക് സാധിച്ചു. അപ്പോൾ അതുകൊണ്ടുകൊണ്ട് ബോർലോഗിനെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരികയും ആദ്യമായിട്ട് ഒരു 100 കിലോ ഗോതമ്പ് വിത്ത് അവരുണ്ടാക്കിയ സിമ്മിറ്റിലുണ്ടാക്കിയ 100 കിലോ ഗോതമ്പ് വിത്ത് ഇന്ത്യയിലേക്ക് കൊണ്ടുവരികയും, അപ്പോൾ ഇന്ത്യയിലത്തെ ആൾക്കാർക്ക് അത് ഇഷ്ടപ്പെട്ടില്ല, എൻ്റെ സ്വാദൊന്നും ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ഇന്ത്യയിലെ ഇനങ്ങളുമായിട്ട് ബ്രീഡ് ചെയ്ത് പുതിയ ഇനങ്ങൾ ഉണ്ടാക്കി. എന്നിട്ടാണ് പഞ്ചാബിലും ഈസ്റ്റേൺ യു പിയിലും ഹരിയാനയിലൊക്കെ വ്യാപകമായിട്ട് അത് കൃഷി. ആദ്യം ഇന്ത്യൻ അഗ്രികൾച്ചർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അത് വിത്ത് കൃഷി ചെയ്ത് ഈ തലക്കെട്ട് കെട്ടി നമ്മളെ ഉത്തരേന്ത്യൻ കൃഷിക്കാരെ കാണാറില്ലേ, വലിയ കൊമ്പം മീശൊക്കെ ആയിട്ട് തലക്കെട്ടൊക്കെ കെട്ടി, അവരൊക്കെ കൊണ്ടുവന്ന് ഈ പുതിയ ഇനങ്ങൾ കാണിച്ചു കൊടുത്ത് അതിൻ്റെ വിത്ത് അവർക്ക് കൊടുത്ത് ആ ഭാഗങ്ങളിൽ മുഴുവൻ സ്പ്രെഡ് ചെയ്ത് അങ്ങനെ കൃഷി ചെയ്ത കൊല്ലം പഞ്ചാബിൽ സ്കൂളിൽ നേരത്തെ സമ്മർ വെക്കേഷൻ നടത്തി. കാരണം ഗോതമ്പ് വെക്കാൻ സ്ഥലമില്ല, ചാക്കായിട്ട് ഗോതമ്പ് വിളഞ്ഞു, അത് വെക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് സ്കൂൾ കുട്ടികൾക്ക് നേരത്തെ അവധി കൊടുത്തിട്ട് ആ സ്കൂളിലാണ് ഗോതമ്പ് വെച്ചത്. കാരണം നമുക്ക് വെയർ ഹൗസസ് പോലും ഇല്ല, നമ്മൾ വിഭാവനം ചെയ്തിട്ട് പോലും ഇല്ല ഇങ്ങനെ വിളയുന്നു. അപ്പോൾ അതിനുശേഷമാണ് നമുക്ക് ഈ ബാക്കിയുള്ള ഇതിന് വേണ്ടിയിട്ട് ഇതൊക്കെ മുഴുവൻ ഉണ്ടാവുന്നത്. നോർമൻ ബോർലോഗ് ബില്യൺസ് ഓഫ് ആൾക്കാർ ഇന്നും ജീവനോടെ ഇരിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണക്കാരൻ ബോർലോഗ് എന്ന് പറയുന്ന ഒരു ശാസ്ത്രജ്ഞനാണ്. അദ്ദേഹം 95-ാം വയസ്സിൽ മരിച്ചുപോയി. പിന്നെ ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിൻ്റെ പ്രണേതാക്കൾ എന്ന് പറയുന്ന സ്വാമിനാഥനും ബോർലോഗും സി സുബ്രഹ്മണ്യവും BP പാലും, അന്നത്തെ IARAയുടെ ഡയറക്ടർ BP പാൽ പ്രശസ്തനായിട്ടുള്ള ബ്രീഡറായിരുന്നു. ഈ ഗ്രീൻ റവല്യൂഷൻ്റെ പാക്കേജ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും പുതിയ വിത്തുകളാണ് അതിൻ്റെ അടിസ്ഥാനമായിട്ട് വന്നത്. അതുവരെ നമ്മൾ ഈ കൃഷിയിടങ്ങളിൽ മുഴുവൻ 2-3 വിളകളെടുത്തിരുന്നുവെങ്കിലും വിളവ് കൂടാത്തതിൻ്റെ കാരണം പഴയ ഇനങ്ങളായിരുന്നു. പഴയ നെല്ലിനങ്ങൾ ഒരു 550, 600, മാക്സിമം 700 കിലോ ഒക്കെ കിട്ടുള്ളൂ ഒരു ഹെക്ടറിന്. അപ്പോൾ അത് എവിടെ എത്ര നെൽകൃഷി ചെയ്ത് കഴിഞ്ഞാലും ഒരു വിളവ് ഒരു പരിധിക്കപ്പുറം കൂടില്ല. വിത്താണ് ഇതിൻ്റെ ആണിക്കല്ല്. വിളവ് കൂടണമെങ്കിൽ വിത്ത് മാറണം. വിത്ത് ഗുണം 10 ഗുണം എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളതാണ്. അങ്ങനെയുള്ള പുതിയ വിത്തുകൾ അതിൻ്റെ കൂടെ വന്ന ഒരു പാക്കേജുമാണ് എന്തൊക്കെയാണ് ജലസേചനം, രാസവളങ്ങൾ, രാസ കീടനാശിനികളും കുമിൾനാശിനികളും അടക്കമുള്ള സാധനങ്ങൾ, യന്ത്രവൽക്കരണം. ഇതൊക്കെ വന്നതിനോട് കൂടിയിട്ടാണ് അതിന് തീർച്ചയായിട്ടും അതിൻ്റെ കൂടെ തന്നെ ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ വന്നു, അഗ്രികൾച്ചർ റിസർച്ച് സർവീസ് വന്നു, നാഷണൽ സീഡ്സ് കോർപ്പറേഷൻ വന്നു. ഇതൊക്കെ വഴി പുതിയ ഇനങ്ങൾ IARAയിലും മാത്രമല്ല പഞ്ചാബിലും മറ്റ് ഒരുപാട് കാർഷിക ഗവേഷണ കേന്ദ്രങ്ങളിലും സർവകലാശാലകളിലും ഒക്കെ പുതിയ ഇനങ്ങൾ ഉണ്ടാക്കി. ആ ഇനങ്ങൾ കൃഷിക്കാർക്ക് വിത്ത് ചെയ്യിക്കാൻ വേണ്ടി കൊടുത്തു. അതിൽ നിന്നുള്ള തെറ്റുകൾ മനസ്സിലാക്കിക്കൊണ്ട് ആ ഇനങ്ങളെ വീണ്ടും നിർദ്ധാരണം ചെയ്ത് പുതിയ ഇനങ്ങൾ ഉണ്ടാക്കിയെടുത്തു. അങ്ങനെയാണ് ഈ നമ്മുടെ ഇവിടെയൊക്കെ 58 വരുന്നത് അന്നേരമല്ലേ. 58 വന്നിട്ട് ആർക്കും ഇഷ്ടപ്പെട്ടില്ല. കുട്ടനാട്ടിലൊക്കെ ധാരാളമായിട്ട് ഉണ്ടായി, ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടില്ല. എന്താ, അത് വെളുത്ത വിത്താണ്. നമുക്ക് ചുവന്ന വിത്താണ് ഇഷ്ടം. അതിന് ചെറിയൊരു പശയുണ്ട്, വെന്ത് കഴിയുമ്പോൾ ഒരു പശയുണ്ട്. നമ്മൾക്ക് ആൾക്കാർക്ക് ഒട്ടുന്ന നെല്ല് ഇഷ്ടമല്ല. പിന്നെയാണ് ജൈയും ജ്യോതിയും അങ്ങനെയുള്ള നിരവധി ഇനങ്ങൾ കൊണ്ടുവന്നത്. അങ്ങനെ ഉൽപാദനം കുതിച്ചു കയറുകയും 87ഓട് കൂടിയിട്ട്, ഏകദേശം 1987ഓട് കൂടിയിട്ട് നമ്മൾക്ക് ഭക്ഷ്യധാന്യ ഇറക്കുമതി നമ്മൾക്ക് നിർത്തലാക്കാൻ സാധിക്കുകയും ചെയ്തു. അതിനോടുകൂടിയാണ്. കാരണം ഏകദേശം 62-64 തുടങ്ങിയിട്ട് 87 വരെ നീണ്ടു നിന്നിട്ട് ശേഷം മാത്രമാണ് നമ്മൾക്കിവിടെ ഭക്ഷ്യധാന്യം ഇറക്കുമതി നിർത്താൻ വേണ്ടി സാധിച്ചത്. 66 ബീഹാറിൽ ഒരു വൻ ക്ഷാമം വരേണ്ടതായിരുന്നു. പക്ഷെ അപ്പോഴ് കുറച്ച് അമേരിക്കയിൽ നിന്ന് ഗോതമ്പ് കൊണ്ടുവന്നിട്ട് അവിടെ സപ്ലൈ ചെയ്തത് കൊണ്ട് ഒരു പട്ടിണി മരണങ്ങൾ അവിടെ നമുക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പറ്റി 66. ഇങ്ങനെയാണ്. പിന്നെ ഇന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ വെയർ ഹൗസിംഗ് കോർപ്പറേഷൻസും ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ
പിന്നെ ഗോഡൗണുകളും ഒക്കെ നിറഞ്ഞിരിക്കുന്നു. ഒരു വർഷം വലിയ തോതിൽ ക്രോപ്പ് ലോസ്, വിളവ് നഷ്ടം വന്നു കഴിഞ്ഞാലും ഇന്ന് നമുക്ക് ഈ ധാന്യങ്ങൾ അവിടെ സ്റ്റോർ ചെയ്തത് എടുക്കാൻ മാത്രമുണ്ട്. അപ്പോൾ നമുക്ക് അഭിമാനിക്കാവുന്ന മൂന്നാം ലോക രാജ്യങ്ങളിൽ ഇത്രയധികം ചെറിയൊരു കാലഘട്ടത്തിനിടയ്ക്ക് ഇത്രയധികം ഉൽപ്പാദനം ഉണ്ടാക്കിയ രാജ്യങ്ങൾ ഇന്ത്യയും പാകിസ്ഥാനുമാണ്. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഈ പുതിയ ആധുനിക ശാസ്ത്രം കൃഷിയിലേക്ക് സന്നിവേശിപ്പിച്ചത് കൊണ്ടാണ് ഈ രീതിയിലുള്ള ഉൽപ്പാദനം ഉണ്ടാക്കാൻ വേണ്ടി പറ്റിയത്. പഴയ ഇനങ്ങളെ മാറ്റി അതിൻ്റെ ഫോട്ടോസിന്തസിസ് കൂട്ടാൻ വേണ്ടി സാധിച്ചു. അത് വിളവ് കൂടിക്കഴിഞ്ഞാലും അത് ചാഞ്ഞു വീഴാത്ത ഇനങ്ങളാക്കി മാറ്റിയെടുത്തു. അങ്ങനെ ആ പ്ലാന്റിൻ്റെ ഫിസിയോളജി, പ്ലാന്റിൻ്റെ സ്ട്രക്ചർ ഒക്കെ മാറ്റി അതിൻ്റെ ഫോട്ടോസിന്തറ്റിക് കപ്പാസിറ്റി കൂട്ടി ആ രീതിയിലൊക്കെയാണ് വികസിപ്പിച്ചെടുക്കുന്നത്. അങ്ങനെയാണ് നമ്മൾക്ക് വലിയ തോതിൽ ഒരു ഭക്ഷ്യ സുരക്ഷ ഉണ്ടായത്. ഗ്രീൻ റവല്യൂഷൻ്റെ ഉൽപ്പാദന കൂട്ടലാണ്. നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ താഴത്തേത് ഏരിയ ആണ്, കൃഷിയുടെ വിസ്തീർണം വലിയ തോതിലൊന്നും വർദ്ധിച്ചിട്ടില്ല. പക്ഷേ വൻതോതിൽ നമുക്ക് ഉൽപ്പാദനം വർദ്ധിപ്പിക്കാൻ വേണ്ടി സാധിച്ചു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഗ്രീൻ റവല്യൂഷൻ്റെ ടെക്നോളജിനെ കുറിച്ച് പറയുന്നത് ഒരു പരിധിവരെ ഇത് ലക്ഷക്കണക്കിന് ഹെക്ടർ കാടിനെ രക്ഷപ്പെടുത്തി എന്നുള്ളതാണ്. ഇല്ലെങ്കിൽ ആ കാടുകൾ നശിപ്പിച്ച് നമുക്ക് കൃഷി ചെയ്യേണ്ടി വരുമായിരുന്നു. പക്ഷേ ഉള്ള സ്ഥലത്ത് നിന്ന് തന്നെ നമുക്ക് ഉൽപ്പാദന ക്ഷമത കൂട്ടാൻ വേണ്ടി പറ്റിയത് കൊണ്ട് നമ്മൾക്ക് ഏരിയ കുറക്കേണ്ടി വന്നു, ഏരിയ അധികം കൂട്ടേണ്ടി വന്നില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. നമ്മളെ കണക്കുകൾ നോക്കിക്കഴിഞ്ഞാൽ ഉൽപ്പാദനം 3.5 മടങ്ങ് വർദ്ധിച്ചപ്പോഴും ഏരിയ ഏകദേശം 1.5 മടങ്ങേ വർദ്ധിപ്പിക്കേണ്ടി വന്നിട്ടുള്ളൂ. ഇത് പിന്നെ 2012, 2013, 51, 52 കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്ന ഉൽപ്പാദനക്ഷമത എത്രമാത്രം കൂടി എന്നുള്ളതാണ്. അപ്പോൾ വളരെ ഏകദേശം നെല്ലിലും ഗോതമ്പിലും 3.5 മടങ്ങ് ഉൽപ്പാദന ക്ഷമത വർദ്ധിച്ചിട്ടുണ്ട്. ഒരു 1000-ഓളം കിലോ ഉണ്ടായിരുന്നത് 3500 ശരാശരി ഉൽപ്പാദനമാണ് ഞാൻ പറയുന്നത്. 3500 കിലോ ആയിട്ട് ഗോതമ്പിലും നെല്ലിലും നമുക്ക് വർദ്ധിപ്പിക്കാൻ വേണ്ടി സാധിച്ചു. ഇത് ഭയങ്കരമായിട്ടുള്ളൊരു അച്ചീവ്മെൻ്റ് ആണ്. പണ്ട് കാലത്തെ പഴയ ടെക്നോളജിയൊക്കെ ആയിരുന്നെങ്കിൽ എത്രയോ വർഷങ്ങൾ എടുക്കുമായിരുന്നു. ഇത് നമുക്ക് ചെറിയ വർഷങ്ങൾ കൊണ്ട് തന്നെ ഈ ഉൽപ്പാദനക്ഷമത നമുക്ക് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് സാധിച്ചു. ഇത് വീറ്റിൻ്റെ കേസിലാണ്. പക്ഷേ നമ്മൾ ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ആൾക്കാരുടെ എണ്ണം അതിവേഗം കൂടിക്കൊണ്ടിരിക്കുന്നു. ഒരു സെക്കൻഡിൽ 3 കുഞ്ഞുങ്ങൾ, 3 വായകളാണ് ആഹാരത്തിന് വേണ്ടിയിട്ട് പിറന്ന് വീണുകൊണ്ടിരിക്കുന്നത്. അതിവേഗത്തിലാണ് ആൾക്കാരുടെ എണ്ണം കൂടുന്നത്. ആ കൂടുന്നതിനനുസരിച്ച് നമുക്ക് ഉൽപ്പാദനം കൂട്ടിയിട്ടില്ലെങ്കിൽ നമുക്ക് പ്രയാസങ്ങളുണ്ടാവും. അപ്പോൾ അത് നമുക്ക് സാധിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. പോപ്പുലേഷൻ ഗ്രോത്ത് നിങ്ങൾ നോക്കിക്കോളൂ. 1 ബില്യൺ 1000 കോടിയാവാൻ വേണ്ടിയിട്ട് 3804 കൊല്ലമാണ് ആദ്യം എടുത്തത് 1 ബില്യൺ ആവാൻ വേണ്ടിയിട്ട്. ഇപ്പോഴോ 12 കൊല്ലം കൊണ്ടാണ് 1 ബില്യൺ ആവുന്നത്. 12 കൊല്ലം കൊണ്ട് 1 ബില്യൺ ജനസംഖ്യ, 1000 കോടി ആൾക്കാരുടെ എണ്ണം കൂടി. അതെ, ആ തോതിലാണ് ഇത് വർദ്ധിച്ചു വരുന്നത്. ഇനിയോ ലൈഫ് എക്സ്പെക്റ്റൻസി, നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ലൈഫ് എക്സ്പെക്റ്റൻസി പണ്ട് കാലത്ത് എത്രയായിരുന്നു? നമ്മൾ മനോരമയിൽ 100 വർഷങ്ങൾക്ക് മുമ്പ് എന്ന് പറഞ്ഞിട്ട് ഒരു കോളം വരാറുണ്ട്. അതിൽ 2001 വന്നാണ്. 1901 ട്രാവൻകൂറിൽ ആദ്യത്തെ സെൻസസ് നടന്നത്. അന്ന് ട്രാവൻകൂറിൻ്റെ ആയുർദൈർഘ്യം എത്രയായിരുന്നു എന്നറിയോ? 1901 ഞാൻ ക്ലാസ്സിലൊക്കെ ചോദിക്കും. ഞാൻ കുട്ടികൾക്കെല്ലാം ക്ലാസ് എടുക്കാൻ പോകാറുണ്ട്, +2 കുട്ടികൾക്കൊക്കെ. അപ്പോൾ അവരൊരു 80 വയസ്സ് സർ, 100 വയസ്സ്, 120 എന്നൊക്കെ പറയും. അപ്പോൾ ഞാൻ പറയാം അതൊക്കെ നമ്മുടെ ആഗ്രഹങ്ങൾ മാത്രമായിരുന്നു, അതിമാനുഷരാവാനുള്ള ആഗ്രഹങ്ങൾ മാത്രമായിരുന്നു. 1901 സെൻസസ് പ്രകാരം 27 വയസ്സാണ് ആയുസ്. 27 വയസ്സ് അത്രേ ഉണ്ടായിരുന്നുള്ളൂ. നമ്മൾ ഇത് പഴയ ബ്രോൺസ് ഏജിലും ഒക്കെ നിയോലിത്തിക് ഏജിലും പാലിയോലിത്തിക് ഏജൊക്കെയുള്ള കണക്ക് പ്രകാരം 26, 28, 30 വയസ്സേ നമ്മൾക്ക് ആയുസ് ഉണ്ടായിരുന്നുള്ളൂ, ആയുർദൈർഘ്യം ഉണ്ടായിരുന്നുള്ളൂ. വളരെ സ്വച്ഛമായിട്ടുള്ള വായുവാണ്, സ്വച്ഛമായിട്ടുള്ള അന്തരീക്ഷമാണ്, എല്ലാം സ്വച്ഛമാണ്, നല്ല വ്യായാമമുണ്ട്, ഒരു കുറവുമില്ല അല്ലേ. പക്ഷേ അന്ന് 30 വയസ്സേ ഉള്ളൂ. 30 വയസ്സാകുമ്പോഴേക്കും ഏകദേശം വാർദ്ധക്യം വരുമെന്നുള്ളതാണ്. നല്ല ചെറുപ്പക്കാരെ 30 വയസ്സിൽ മരിക്കുന്നതല്ല, 30 വയസ്സാകുമ്പോഴേക്കും ഏകദേശം വാർദ്ധക്യത്തിൻ്റെ ഇത് തുടങ്ങും എന്നുള്ളതാണ്. പിന്നെ ഒരു ആവറേജിൻ്റെ ഒരു എഫക്റ്റും കൂടി ഉണ്ട്. കാരണം പല രോഗങ്ങൾ കൊണ്ടും ബാലമരണങ്ങൾ ഉണ്ടാവും. അതിൻ്റെ എഫക്റ്റും കൂടി ആവറേജിങ്ങിൽ കാണും. എന്നാലും നോക്കിക്കഴിഞ്ഞാൽ ഒരു 15 വയസ്സ് കഴിഞ്ഞാൽ ഒരു 45-50 വയസ്സ് വരെ മാക്സിമം പോവും. അതിൻ്റെ അപ്പുറം പോവില്ല. അതായിരുന്നു അന്നത്തെ കണക്ക് ഉണ്ടായിരുന്നത്.
പക്ഷെ ഇന്ന് നമ്മൾ അങ്ങനെ ഒന്നല്ല പറയുന്നത്. അന്ന് 120 വയസ്സുണ്ടായിരുന്നു. ഇപ്പോഴീ ആധുനിക മരുന്നുകളും ഇതൊക്കെ വന്നിട്ട് നമ്മൾ നേരത്തെ ആള് തീർന്നു പോവാനെന്നുള്ള രീതിയിലാണ് ഇന്ന് മാധ്യമങ്ങളൊക്കെ പറയുന്നത്. ലൈഫ് എക്സ്പെക്റ്റൻസി ഈ അടുത്ത കാലത്താണ് ലൈഫ് എക്സ്പെക്റ്റൻസി കൂടിയത് എന്നുള്ളത് വളരെ കൃത്യമായിട്ട് കാണാൻ വേണ്ടി സാധിക്കും. ആധുനിക ശാസ്ത്രത്തിൻ്റെ നേട്ടങ്ങൾ വന്നതിനോടുകൂടി, ആധുനിക ജനാധിപത്യത്തിൻ്റെയും നേട്ടങ്ങൾ വന്നതിനോട് കൂടിയിട്ടാണ് ഇത് രണ്ടും ഇവിടെ വർദ്ധിച്ചിട്ടുള്ളത്. ഇനി നിങ്ങൾ സാധാരണ പറയുന്നത് ഇതാണ്, നിങ്ങൾ പറയുന്നതൊക്കെ ശരി, പക്ഷേ ഈ രാസവളങ്ങളുടെ ഉപയോഗം, കീടനാശിനികളുടെ ഉപയോഗം, ഇത് നമ്മളെ മണ്ണ് തകർത്തില്ലേ എന്നുള്ളതാണ് സ്വാഭാവികമായിട്ടും വരുന്ന ചോദ്യം. അപ്പോൾ ശാസ്ത്രത്തിന് നേരത്തെ പറഞ്ഞ മാതിരി ഒരു വഴിയുണ്ടല്ലോ, അത് ചെക്ക് ചെയ്യാനുള്ള ഒരു വഴിയുണ്ട്. എന്താണ്? പരീക്ഷണങ്ങൾ നടത്തുക, നിരീക്ഷണങ്ങൾ നടത്തുക, അതിൻ്റെ അടിസ്ഥാനത്തിൽ പഴയ പഠനങ്ങളുമായിട്ട് താരതമ്യപ്പെടുത്തി നിഗമനങ്ങളിലേക്ക് എത്തുക എന്നുള്ള ശാസ്ത്രത്തിൻ്റെ മെത്തഡോളജിയാണ് ഇവിടെ കാർഷിക ശാസ്ത്രത്തിൽ അത് ചെയ്തിട്ടുള്ളത്. ആദ്യത്തെ രാസവള പരീക്ഷണങ്ങൾ നടത്തിയിട്ടുള്ളത് രാസവളം വന്ന ഉടനെ തന്നെയാണ്. ലെവിസും ഗിൽബർട്ടും 1845 ഈ ദീർഘകാല വള പരീക്ഷണങ്ങൾ നടത്തിയത്. ഇംഗ്ലണ്ടിലെ റൊതാംസ്റ്റഡ് എന്നുള്ള ഗവേഷണ കേന്ദ്രത്തിലാണ് ഇവരിത് ആരംഭിച്ചത്. ആ ഗവേഷണ കേന്ദ്രം ഇന്നും നടക്കുന്നുണ്ട് അവിടെ ഗവേഷണങ്ങൾ. അതിൻ്റെ മൊത്തം റിസൾട്ടും ഗ്രാഫുകളും ചാർട്ടുകളും ഒക്കെ ഇൻ്റർനെറ്റിൽ ലഭ്യമാണ്, നിങ്ങൾക്ക് പരിശോധിക്കാവുന്നതാണ്. ഇതാണ് റൊതാംസ്റ്റഡ് സ്റ്റേഷൻ. അതിൻ്റെ കൃഷിയിടങ്ങളാണ്. വളരെ വലിയൊരു സ്പ്രോളിംഗ് ആയിട്ടുള്ള ക്യാമ്പസാണ്. അപ്പോൾ ഇന്ത്യയിൽ, ലോകത്തെങ്ങും ഈ ദീർഘകാല വളപരീക്ഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇന്ത്യയിലും അതിനൊരു ചരിത്രമുണ്ട്. 1912 മുതൽ കോയമ്പത്തൂർ കാർഷിക കോളേജിൽ ഈ ഗവേഷണം തുടങ്ങി. അതിനുശേഷം പല പല സ്ഥലങ്ങളിലും ഈ ഗവേഷണങ്ങൾ തുടർന്നിട്ടുണ്ട്. പല കൃഷിയിൽ, പലതരം മണ്ണിൽ, പല ഗവേഷണ കേന്ദ്രങ്ങളിലായിട്ട് ഈ ദീർഘകാല വളപരീക്ഷണങ്ങൾ നടന്നിട്ടുണ്ട്. ഞാൻ എൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. അതിനുശേഷം 1970 ഓൾ ഇന്ത്യ കോഓർഡിനേറ്റഡ് റിസർച്ച് പ്രോജക്റ്റ്, ഈ ലോങ് ടേം എക്സ്പെരിമെൻറ്റ്സ് തുടങ്ങിയത് 1970-കളിൽ. ഏകദേശം 30 കൊല്ലത്തോളം 11 തരം മണ്ണിൽ പലതരം വിളകളിൽ ഈ ഗവേഷണങ്ങൾ നടക്കുന്നു, ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നു. പട്ടാമ്പിയിൽ ഒരു 3 മാസം മുമ്പേ ഇതിൻ്റെ റിവ്യൂ നടന്നു. അന്ന് തുടങ്ങിയതിൻ്റെ റിവ്യൂ, അന്ന് പരീക്ഷണങ്ങൾ ഇപ്പോഴും നടക്കുന്നു, അതിൻ്റെ റിവ്യൂ ഇതിനിടെയാണ് നടന്നത്. അപ്പോൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കാരണം രാസവളങ്ങൾ ഇടുമ്പോൾ മണ്ണിൽ വരുന്ന മാറ്റങ്ങൾ വളരെ ദീർഘകാലാധിഷ്ഠിതമായിരിക്കാം, അത് പരിശോധിക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഇതുമാതിരിയുള്ള പഠനങ്ങൾ നടത്തുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കേരളത്തിൽ നടത്തിയത് ഒന്ന് CPCRI കാസർഗോഡ് തെങ്ങ് കൃഷിയിൽ, പട്ടാമ്പിയിൽ നെൽകൃഷിയിൽ, ഓണാട്ടുകര നെൽകൃഷിയിൽ, തിരുവനന്തപുരത്ത് കേന്ദ്ര കിഴങ്ങ് വർഗ ഗവേഷണ കേന്ദ്രമുണ്ട്, അവിടെ കപ്പ കൃഷിയിൽ. ഈ 4 കേന്ദ്രങ്ങളിലാണ് കേരളത്തിൽ ഈ ദീർഘകാല വള പരീക്ഷണങ്ങൾ നടത്തിയത്. അപ്പോൾ ഇതിൻ്റെ ഇത്രയും കാലത്തെ പല വിളകളിലുള്ള ഗവേഷണ ഫലങ്ങൾ നമുക്ക് ചുരുക്കിയിട്ട് പറയാം. അത് ഇതാണ്: അഡീഷൻ ഓഫ് ഫാം യാർഡ് മാനുവർ, അതായത് ഓർഗാനിക് മാനുവറും ജൈവവളങ്ങളും രാസവളങ്ങളും ചേർത്തിട്ട് പ്രയോഗിക്കുകയാണെങ്കിൽ മണ്ണിൻ്റെ ഭൗതികമോ രാസികമോ ആയിട്ടുള്ള ഗുണങ്ങൾക്ക് കുഴപ്പം വരുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ പൊതുവായിട്ടുള്ള ഫലം. ഇത് പക്ഷേ ഇതിന് നമ്മൾ കൂടുതൽ അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് കൃത്യമായിട്ട് പറയാൻ പറ്റും. അതായത് നൈട്രജൻ വളങ്ങൾ കൂടുതലായിട്ട് ഉപയോഗിക്കുമ്പോൾ, നിർദ്ദേശനേക്കാളും കൂടുതൽ അളവിൽ ഉപയോഗിക്കുമ്പോൾ ചെടിക്ക് രോഗകീടങ്ങൾ കൂടുതൽ ബാധിക്കുന്നു. അതുകൂടാതെ നൈട്രജൻ വളങ്ങൾ മണ്ണിൻ്റെ പുളിരസം കൂട്ടുന്നു. മണ്ണിൻ്റെ പുളിരസം കൂടുമ്പോൾ ഫോസ്ഫറസ് മൂലകം മണ്ണിൽ ഫിക്സ് ചെയ്തു പോകുന്നു, അതായത് വെള്ളത്തിൽ ലയിക്കാത്ത കോമ്പൗണ്ടുകളായിട്ട് മാറപ്പെടുന്നു. പിന്നീട് സിങ്ക്, ബോറോൺ മുതലായിട്ടുള്ള മൂലകങ്ങൾ മണ്ണിൽ ഫിക്സ് ചെയ്തു പോകുന്നു, ചെടിക്ക് കിട്ടാതെയാവുന്നു എന്നൊക്കെയുള്ള ചെറിയ മൈനറായിട്ടുള്ള അതിൻ്റെ ഫലങ്ങളും കൂടിയുണ്ട്. വേറൊരു രസകരമായിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കപ്പ കൃഷിയിൽ ചാണകം, നൈട്രജൻ അടങ്ങിയ വളങ്ങൾ കൂടുതലായിട്ട് ചേർക്കുകയാണെങ്കിൽ കപ്പക്ക് കയ്പ് കൂടും. ഹൈഡ്രോസയനിക് ആസിഡിൻ്റെ ഫോർമേഷൻ കൂടുതലായിട്ട് വരും, അപ്പോൾ കപ്പക്ക് കയ്പ് കൂടും. അതേസമയം പൊട്ടാഷ് അടങ്ങിയ വളങ്ങൾ ചേർക്കുകയാണെങ്കിൽ ഈ കയ്പ് കുറഞ്ഞ് കപ്പ നല്ല സ്വാദിഷ്ടമായിട്ട് കിട്ടും. ഇങ്ങനെയുള്ള കുറച്ച് ഫലങ്ങളുണ്ട്. ഏതായാലും അതിൻ്റെ ആത്യന്തികമായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട നിരീക്ഷണം ഇതാണ്: ജൈവവളങ്ങളും രാസവളങ്ങളും ആനുപാതികമായിട്ട് മണ്ണറിഞ്ഞ് ചേർക്കുകയാണെങ്കിൽ പ്രശ്നമില്ല എന്നുള്ളതാണ് ഈ പഠനങ്ങൾ കാണിക്കുന്നത്.
പക്ഷെ നമ്മൾ അങ്ങനെയല്ലല്ലോ പത്രങ്ങളിൽ നിന്നും മനസ്സിലാക്കുന്നത്, അല്ലേ? നമ്മൾ പറഞ്ഞ രാസവളം ഇട്ട് ഞങ്ങളുടെ മണ്ണ് തകർത്തു എന്നുള്ളതാണ്. ഞാനൊക്കെ ഓരോ ദിക്കിൽ പോകുമ്പോൾ കൃഷിക്കാർ പറയുന്നത് കേൾക്കുന്നത് അങ്ങനെയാണ്. അപ്പം അങ്ങനെ പറയാൻ പറ്റുന്നതിന് കാരണങ്ങളുണ്ട്. കാരണം ഏറ്റവും പ്രധാനം മണ്ണിൻ്റെ പുളിരസം. നമ്മുടെ മണ്ണ് എന്ന് പറയുന്നാൽ ലാറ്ററൈറ്റ് മണ്ണാണ്, ചുവന്ന മണ്ണ്. അതിൽ ഇരുമ്പിൻ്റെയും അലുമിനിയത്തിൻ്റെയും അംശം കൂടുതലാണ്. അപ്പോൾ അത് ആസിഡിറ്റി കൂടുതലായിരിക്കും. പിന്നെ കനത്ത മഴയാണ്. ഈ കനത്ത മഴയത്ത് ഒരുപാട് മൂലകങ്ങൾ വെള്ളത്തിൽ ലയിച്ച്, മണ്ണൊലിപ്പിലൂടെയല്ല, അതിലേ പോകാം, അല്ലാണ്ട് വെള്ളത്തിൽ ലയിച്ചിട്ട് പോകും. അങ്ങനെ വരുമ്പോൾ എന്തായി, ബാക്കിയുള്ള മൂലകങ്ങളൊക്കെ ആസിഡ് ലവണങ്ങളായിരിക്കും. അങ്ങനെ വരുമ്പോൾ മണ്ണിൻ്റെ പുളിരസം കൂടും. അപ്പോൾ രാസവളം ഉപയോഗിച്ചിട്ട് മാത്രമല്ല, ഉപയോഗിക്കാത്ത സ്ഥലങ്ങളിലും ക്രമേണ മണ്ണിന് പുളിരസം വന്നുകൊണ്ടിരിക്കും. നല്ല കാട്ടിൽ കാരണം വേര് വളരെ ആഴത്തിലേക്ക് പോകുന്നു. ആഴത്തിൽ നിന്ന് മൂലകങ്ങൾ വലിച്ചെടുത്തിട്ട് ഇല പൊഴിയുമ്പോൾ മുകളിലത്തെ പാളിയിലേക്ക് ഈ ലവണങ്ങളൊക്കെ കിട്ടുന്നു. അതുകൊണ്ട് നല്ല കാട്ടിൽ മണ്ണിന് പുളിരസം ഉണ്ടാവില്ല. ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ മണ്ണിന് പുളിരസം ഉണ്ടാവും. അല്ലെങ്കിൽ ധാരാളമായിട്ട് കാട്ടുമരങ്ങൾ ഉള്ള പറമ്പുകളിലും ഈ പുളിരസം കുറവായിരിക്കും. ഇനി പിന്നെ കീടനാശിനികളെ കുറിച്ച്. കീടനാശിനി സാധാരണ പറയുന്നത് എങ്ങനെയാണ്, എന്താ, നിങ്ങൾ രാസവളം ഇടുന്നതൊക്കെ ഞങ്ങൾ സമ്മതിക്കാം. കീടനാശിനി എന്ന് പറഞ്ഞാൽ വിഷങ്ങളാണ്. നേരത്തെ പറഞ്ഞ മാതിരി എന്തും വിഷമാണ്, മാരക വിഷം എന്നുള്ള ലേബലിലാണ് പറയുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ച് നമുക്ക് 1940-കളിലാണ് ഈ രാസ കീടനാശിനികൾ രംഗത്ത് വരുന്നത്. ആദ്യത്തേത് DDT ആയിരുന്നു. പിന്നീട് ഓർഗാനോ ഫോസ്ഫറസ് ഗ്രൂപ്പിലുള്ളത് വന്നു. അതിനുശേഷം പുതിയ കീടനാശിനികൾ ഒരുപാട് വന്നു കഴിഞ്ഞു. അപ്പോൾ ആദ്യ കാലഘട്ടത്തിൽ ഉണ്ടാക്കിയ വിഷങ്ങൾ പിന്നെ നമ്മൾക്ക് അതിൻ്റെ പ്രത്യാഘാതങ്ങൾ അറിയില്ല. അന്ന് ഇതിനെക്കുറിച്ചൊക്കെയുള്ള സയൻസ് കുറച്ചുകൂടെ ശൈശവദശയിലാണ്. സ്വാഭാവികമായിട്ടും പ്രത്യാഘാതങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അന്ന് അതിലും കൂടുതൽ പ്രയാസമാണ് പട്ടിണി കിടക്കുക എന്നുള്ളത്, അല്ലെങ്കിൽ പട്ടിണി മരണങ്ങൾ ഉണ്ടാവുക എന്നുള്ളത്. അതിലും പ്രയാസമായതുകൊണ്ട് വിഷം തളിച്ചിട്ടായാലും നമ്മൾക്ക് കൃഷി ബാക്കി ഉണ്ടാവണമെന്നുള്ള ആഗ്രഹം ഉണ്ടായതുകൊണ്ട് നമ്മൾ അന്ന് ആ വിഷങ്ങൾ തളിച്ചു. പക്ഷേ ഇന്ന് നമ്മൾക്ക് പിന്നെ വളരെ സേഫായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന വിഷങ്ങൾ ഇന്ന് ലഭ്യമാണ്. അതായത് നമ്മളെ ഈ മൊബൈൽ ഫോണിൽ മൈക്രോവേവ് ടെക്നോളജി ആണല്ലോ വരുന്നത്. മൈക്രോവേവ് ടെക്നോളജി തന്നെയാണ് നമ്മൾ സാധനം കുക്ക് ചെയ്യാൻ വേണ്ടി മൈക്രോവേവ് ഓവനിൽ ഉപയോഗിക്കുന്നത്. രണ്ടിലും ഒരേ സാധനം തന്നെയാണ്. പക്ഷേ ഡോസ് കുറച്ചിട്ടാണ് നമ്മുടെ ഈ മൊബൈലിൽ വരുന്നത്, അതിൽ ഡോസ് കൂട്ടിയിട്ടാണ്. അതേമാതിരി തന്നെയാണ് വിഷം. സാധാരണ അത് കോൺസെൻട്രേറ്റഡ് നമ്മൾ ഡബ്ബയിൽ വാങ്ങിക്കുമ്പോൾ വളരെ മാരകമായിട്ടുള്ള അളവിൽ സ്ട്രോങ് ആയിരിക്കും. പക്ഷേ നമ്മൾ അത് നേർപ്പിച്ചിട്ടാണ് തളിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ അത് കീടങ്ങളെ കൊല്ലാനുള്ള അളവിൽ ആയിട്ട് പരിമിതപ്പെടും. മനുഷ്യന് സ്വാഭാവികമായിട്ടും മനുഷ്യന് കാര്യമായിട്ടുള്ള പ്രയാസങ്ങളൊന്നും ഉണ്ടാവില്ല. അത് ശ്വസിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഉമിനീര് വായിൽ വരാം, ഡബിൾ വിഷൻ, വേർപ്പ് ഒക്കെ വരാം. അങ്ങനെയല്ലാണ്ട് സാധാരണ കേസിലുള്ള എക്സ്പോഷറിനെ കൊണ്ട് കുഴപ്പം വരുന്നില്ല. ആ ലെവലിലേക്ക് അതിൻ്റെ വിഷം പരിമിതപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഒരു വിഷത്തെ നമ്മൾ മെരുക്കിയാണ് ഉപയോഗിക്കുന്നത്. അതാണ് കീടനാശിനികളും കുമിൾനാശിനികളും കളനാശിനികളൊക്കെ ആയിട്ട് മാർക്കറ്റിൽ വരുന്നത്. അപ്പോൾ നമ്മൾ ഇതൊന്നും വേണ്ടാന്ന് പറയാം. ശരി, ഇതൊന്നും വേണ്ടാത്തൊരു ലോകമാണ് നമുക്ക്. നിങ്ങൾക്ക് ഇന്ന് കഴിക്കാൻ വല്ലതും കിട്ടുമോ? അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ കൊല്ലം ഓസ്ട്രേലിയയിലോ അല്ലെങ്കിൽ പഞ്ചാബിലോ ഉണ്ടാക്കിയ ഗോതമ്പോ അരിയാണ് ഇക്കൊല്ലം കഴിക്കുന്നത്, അല്ലേ? അപ്പോൾ എങ്ങനെ ഒരു കൊല്ലം സൂക്ഷിച്ചു? കഴിഞ്ഞ കൊല്ലം മഹാരാഷ്ട്രയിൽ ഉണ്ടാക്കിയ പയറാണ്, കടലയാണ് ഇന്ന് രാവിലെ പുട്ടിന് കഴിച്ചത്. എങ്ങനെ ഒരു കൊല്ലം സൂക്ഷിച്ചു? നമ്മൾ വീട്ടിൽ വെക്കുമ്പോൾ 2 മാസം 1 മാസം കൊണ്ട് 2 മാസം കൊണ്ട് പയറിൽ കംപ്ലീറ്റ് കുത്തം വന്നിട്ട് പോയില്ലേ? അവിടെ ഒരു കൊല്ലം, ചിലപ്പോൾ 2 കൊല്ലം സൂക്ഷിക്കുന്നു. അതെന്ന് പറഞ്ഞാൽ പെസ്റ്റ് മാനേജ്മെൻ്റ് ആണ്. ഈ വിഷങ്ങൾ തന്നെയാണ് ഉപയോഗിക്കുന്നത്. പക്ഷേ അതിന് ഒരളവുണ്ട്. ആ അളവ് പ്രകാരം ഉപയോഗിക്കുന്നു. അതിനൊരു കാത്തിരിപ്പ് കാലമുണ്ട്. അങ്ങനെയുള്ള ശാസ്ത്രീയമായിട്ടുള്ള ക്രമീകരണങ്ങൾ ചെയ്തുകൊണ്ടാണ് നമ്മളിത് ചെയ്യുന്നത്. അങ്ങനെയാണ് നമ്മൾ ആ വിഷത്തെ മെരുക്കി ഉപയോഗിക്കുന്നത് കൊണ്ടാണ് നമ്മൾക്ക് ഇന്ന് ഇതെല്ലാം കിട്ടുന്നത്. ഇന്ന് കൊതുകുതിരില്ലാണ്ടാവുക മനുഷ്യന്, അല്ലെ? സിന്തറ്റിക് പൈറത്രോയിഡിൻ്റെ ഇതിലുള്ള കൊതുകരി ഉപയോഗിച്ചിട്ടാണ് രാത്രി കിടന്നുറങ്ങുന്നത്. പക്ഷേ സിന്തറ്റിക് പൈറത്രോയിഡ് ലോങ് ടേമിൽ ഉപയോഗിച്ച് കഴിഞ്ഞാലും മനുഷ്യന് കുഴപ്പങ്ങളൊന്നും ഉണ്ടാക്കുന്നില്ല എന്നുള്ള ശാസ്ത്രീയ അറിവിൻ്റെ വെളിച്ചത്തിലാണ് നമ്മളത് ചെയ്യുന്നത്. അങ്ങനെ ഈ വിഷങ്ങളെ പൂർണ്ണമായി ഒഴിവാക്കിക്കൊണ്ട് നമുക്കിന്ന് ജീവിക്കാനൊന്നും പറ്റില്ല. പക്ഷെ അതേസമയം ഇന്ന് നമ്മൾ പണ്ട് 1 ഹെക്ടറിന് 25 കിലോ ഒക്കെ വിഷം ഉപയോഗിച്ചിരുന്നത് ഇന്ന് നമ്മൾ 1 ഹെക്ടറിന് ചിലപ്പം 50 മില്ലി മതിയാവും. പുതിയ
പിന്നെ ഈ വിഷങ്ങൾ 50 മില്ലിയേ വേണ്ടൂ. ഒരു 10 ലിറ്ററിന് 1 മില്ലി മതിയാവും. അത് മനുഷ്യനെ ബാധിക്കുകയില്ല, അതേസമയം കീടങ്ങൾക്ക് പിന്നെ ഹാനികരാവുന്നതുമാണ്. കാരണം അതിൻ്റെ ഈ കീടങ്ങളെ വളരെ ആഴത്തിൽ പഠിച്ച് അതിൻ്റെ മസ്കുലാർ സ്ട്രക്ചർ പഠിച്ച് അതിൻ്റെ മസിൽസിലുള്ള കാൽഷ്യം പിന്നെ സിഗ്നലിങ്ങിനെയൊക്കെ ബാധിക്കുന്ന രീതിയിലാണ് ഇന്നത്തെ ഈ കീടനാശിനികളൊക്കെ വരുന്നത്. അതുകൊണ്ട് മനുഷ്യനെ വളരെ കുറച്ച് മാത്രമേ ബാധിക്കുള്ളൂ, വളരെ വളരെ കുറച്ച് മാത്രം. അപ്പോൾ വളരെ സേഫായിട്ട് ഉപയോഗിക്കാവുന്ന രീതിയിൽ നമ്മൾ ഇന്ന് വളർന്നു കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ അതാണ് കീടനാശിനികൾ. പിന്നെ എൻഡോസൾഫാൻ ഇഷ്യൂവിനെ കുറിച്ച് ഞാൻ ഒരു 15-16 വർഷമായിട്ട് ഈ ഒരു വസ്തുത പഠിക്കുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് എനിക്ക് പറയാൻ പറ്റും, അത് വലിയൊരു ഫ്രോഡാണ്. അത് പിന്നെ കേരളത്തിന് അല്ലെങ്കിൽ ലോകത്തിന് തന്നെ തികച്ച അപമാനകരമായിട്ടുള്ളൊരു കാര്യമാണ്. ആഴത്തിൽ പഠിക്കേണ്ടതും ഇനിയും അതിനെ മനസ്സിലാക്കേണ്ടതുമായിട്ടുള്ളൊരു കാര്യമാണ്. അത് അടഞ്ഞ ഒരു ചാപ്റ്റർ അല്ല യഥാർത്ഥമായി. ശാസ്ത്രത്തിന് ഹോളി കൗവേ ഇല്ല, അല്ലേ? വിശുദ്ധ പശുക്കൾ ശാസ്ത്രത്തിനില്ല. ഏതിനെയും എന്തിനേയും പരിശോധിക്കുക എന്നുള്ളതാണ് ശാസ്ത്രം പറയുന്നത്. അപ്പോൾ പിന്നെ അങ്ങനെയുള്ളൊരു വസ്തുതയാണ് എൻഡോസൾഫാൻ ഇഷ്യൂ. ഞാൻ അതിനെക്കുറിച്ച് ഇപ്പോഴും പറയേണ്ട ഒരു അവസരമില്ലാത്തതുകൊണ്ട് അത് പറയുന്നില്ല. പിന്നെ ഈ ടോക്സിക്കോളജി ഇന്ന് ഒരുപാട് വളർന്നു കഴിഞ്ഞിരിക്കുന്ന ഒരു ശാസ്ത്രശാഖയാണ്. അതിലൊരുപാട് റിവ്യൂസ് ഓരോ 10 വർഷം കഴിയുമ്പോഴും പിന്നെ റിവ്യൂസ് ഉണ്ടാവും. ഈ കീടനാശിനികൾ എവിടെയെങ്കിലും കാര്യമായിട്ടുള്ള രോഗങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടോ, അങ്ങനെയുള്ള റിവ്യൂ നടത്തിയിട്ടൊക്കെയാണ് ഓരോ കീടനാശിനികളെ ചിലപ്പോൾ ഫേസ് ഔട്ട് ചെയ്യും, ഒഴിവാക്കും. പുതിയ കീടനാശിനികൾ വരുമ്പോൾ പഴയ കീടനാശിനികൾ ഒഴിവാക്കും. പഴയ നിലനിർത്തേണ്ട കാര്യമില്ല, അതിനേക്കാളും സേഫ് ആൻഡ് ബെറ്റർ ആയിട്ടുള്ളതാണ് വരുന്നത്. അപ്പോൾ നമ്മൾ അങ്ങനെ ഒഴിവാക്കി മാറ്റുന്നു. പിന്നെ ചോദ്യം ക്യാൻസറിൻ്റെതാണ്. നിങ്ങൾ ഈ പിന്നെ ഇത് വളങ്ങളും കീടനാശിനികളൊക്കെ തളിച്ചിട്ട് സാധനം ഇഷ്ടം പോലെ ഉണ്ട്, സമ്മതിച്ചു, ഇന്ന് വളരെ സമൃദ്ധിയുണ്ട്. പക്ഷെ എവിടെ നോക്കിയാലും ക്യാൻസർ അല്ലേ? ഇങ്ങനെ ജീവിച്ചിട്ട് എന്ത് വേണം എന്നാണ് എല്ലാവരും ചോദിക്കുന്നത്. ആ ഒരു ചോദ്യത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ഈ കപട വൈദ്യവും ബാക്കിയുള്ളതും ഒക്കെ കയറി വരുന്നത്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏത് രോഗത്തിനും സമൂഹത്തിൽ ഒരു പ്രിവലൻസ് ഉണ്ടാവും. അതായത് ഒരു സമൂഹത്തിൽ ഈ രോഗമുള്ള ആൾക്കാർ ഇത്ര പേരുണ്ട് എന്നുള്ള ഒരു പ്രിവലൻസ് ഉണ്ടാവും, ഒരു ഇൻസിഡൻസ് റേറ്റ് ഉണ്ടാവും. ഒരു വർഷം ഇത്ര പേർക്ക് പിടിപെടുന്നു എന്നുള്ള ഒരു ഇൻസിഡൻസ് റേറ്റും ഏതൊരു രോഗത്തെക്കുറിച്ചും എപ്പിഡെമിയോളജി പഠനങ്ങൾ നടത്തി ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. പിന്നെ നിരന്തരമായിട്ട് അത് പഠിച്ചുകൊണ്ടേയിരിക്കും, ചെക്ക് ചെയ്തുകൊണ്ടേയിരിക്കും ഇൻസിഡൻസും പ്രിവലൻസും. ഇതിന് സ്റ്റേറ്റ് ആവറേജ് ഉണ്ട്, നാഷണൽ ആവറേജ് ഉണ്ട്, അങ്ങനെയുള്ള ആവറേജ് ഫിഗേഴ്സും ഒക്കെ ഉണ്ട്. ഇനി നമ്മൾ കാണേണ്ട ഒരു ബന്ധം, ക്യാൻസറിൻ്റെ കാര്യത്തിൽ കാണേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബന്ധം ആയുർദൈർഘ്യവും ക്യാൻസറും തമ്മിലുള്ള ബന്ധമാണ്. ഇതാരും പറയുന്നില്ല, മാധ്യമങ്ങളൊന്നും പറയുന്നേ ഇല്ല. ഇത് നിങ്ങൾ നോക്കിക്കോളൂ. ഓസ്ട്രേലിയയിൽ 84 വയസ്സാണ് ശരാശരി ആയുസ്. അവിടെ 1,314 പേർക്കാണ് ക്യാൻസർ. ഇത് കുറച്ച് പഴയ ഫിഗറാണ്. USA, UK, ജർമ്മനിയിൽ ഏകദേശം 80-81 വയസ്സാണ്. അവിടെ 300 പേർക്കാണ് ക്യാൻസറിൻ്റെ പ്രിവലൻസ്. ചൈനയിൽ 75, 175, ഇന്ത്യയിൽ 69 വയസ്സേ നമുക്ക് ആയുർദൈർഘ്യമുള്ളൂ. ഇന്ത്യയിൽ ഇതുവരെയുള്ള കണക്ക് പ്രകാരം 98 1,98,000 പേർക്കേ ക്യാൻസർ ഇന്ത്യയിലുള്ളൂ. കേരളത്തിലാണെങ്കിൽ 73 വയസ്സാണ് ശരാശരി ആയുർദൈർഘ്യം. പിന്നെ പ്രിവലൻസ് ഇപ്പോഴത്തെ ഒരു റിവൈസ്ഡ് എസ്റ്റിമേറ്റ് പറയുന്നതാണ്, അത് പൂർണ്ണമായിട്ടും കറക്റ്റ് ഒന്നുമല്ല, എങ്കിലും 130 ആയിട്ടാണ് പറയുന്നത്. അപ്പോൾ കേരളത്തിൽ സ്വാഭാവികമായിട്ടും കുറച്ച് കൂടുതലാണ്. എന്തുകൊണ്ടാണ്? ഇത് ഞാൻ ഇന്നലെ നോക്കിയതാണ്, UK ക്യാൻസർ സൈറ്റാണ്. ക്യാൻസർ സൈറ്റിൽ പറയുന്നത് മോസ്റ്റ് ഓഫ് അസ് ആർ ലിവിങ് ലോങ്ങർ, നമ്മൾ കൂടുതൽ കാലം ജീവിക്കുന്നു. അതാണ് പ്രശ്നം, അതാണ് ക്യാൻസറിൻ്റെ കാര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്നുള്ളതാണ് ഇവരുടെ പഠനങ്ങൾ പറയുന്നത്. ബാക്കിയുള്ള ബന്ധങ്ങളുണ്ട്, ടൊബാക്കോൻ്റെ ഉപയോഗം, ആൽക്കഹോളും ഒക്കെ ഉണ്ട്. ഇതാണ് പറയുന്നത്. നിങ്ങൾ എത്ര കൂടുതൽ ജീവിക്കുന്നുവോ, കണ്ടില്ലേ, 60 വയസ്സ് കഴിയുമ്പോഴേക്കും ഒറ്റയടിക്ക് കൂടെ 75 വയസ്സ് കഴിയുമ്പോഴേക്കും 3 മടങ്ങായിട്ട് ക്യാൻസർ വരാനുള്ള സാധ്യത കൂടുതലാണ് എന്നുള്ളതാണ് പഠനങ്ങൾ പറയുന്നത്. അതുകൊണ്ട് ഈ യൂറോപ്യൻ രാജ്യങ്ങളിൽ ജീവിതക്ഷമത കൂടിയ രാജ്യങ്ങളിലാണ് കൂടുതൽ ക്യാൻസർ ഉള്ളത്. പലതരം ക്യാൻസറുകളും കൂടുതലുള്ളത് അവിടെയാണ്. കാരണം പ്രായം കൂടുന്തോറും ക്യാൻസർ വരാനുള്ള സാധ്യത കൂടുന്നു. കാരണം ജനറ്റിക് അബറേഷൻ ആണല്ലോ ക്യാൻസർ. നമ്മൾ പ്രായം കൂടുന്തോറും നമ്മുടെ DNA ചേഞ്ചസ് വരാനുള്ള സാധ്യത കൂടുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ക്യാൻസർ വരാനുള്ള സാധ്യത കൂടുന്നു. പിന്നെ അപ്പോൾ കേരളത്തിൻ്റെ സ്ഥിതി നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിലെ പിന്നെ പ്രായമായിട്ടുള്ള ആൾക്കാരുടെ എണ്ണം 12, ഏകദേശം 11.4%. അതേസമയം ഓൾ ഇന്ത്യ ആവറേജ് 6 ആണ്. അപ്പോൾ കേരളത്തിൽ ഇരട്ടി സാധ്യതയുണ്ട് ശരിക്കും ക്യാൻസർ വരാനുള്ളത് ഓൾ ഇന്ത്യ ആവറേജിനേക്കാളും. പക്ഷേ
നമ്മൾക്ക് പിന്നെ 130 ഓൾ ഇന്ത്യ ആവറേജ് 98. പിന്നെ ഈ നമ്മൾ ജൈവകൃഷിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ജൈവകൃഷി എന്താണെന്നുള്ളത് യഥാർത്ഥത്തിൽ ഡിഫൈൻ ചെയ്യപ്പെട്ടിട്ടൊന്നുമില്ല. പലരും പല രീതിയിൽ ജൈവകൃഷിയെ കാണുന്നു. പക്ഷേ പൊതുവായിട്ട് ഒരു സമ്മതമുള്ള കാര്യം എന്ന് പറഞ്ഞാൽ കൃത്രിമ വസ്തുക്കൾ ഉപയോഗിക്കാതെ കൃഷി ചെയ്യുക എന്നുള്ളതാണ് പൊതുവായിട്ട് അതിൽ എഗ്രി ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു കാര്യം. കൃത്രിമ വസ്തുക്കൾ ഉപയോഗിക്കുന്നില്ല എന്നാൽ കൃത്രിമ അല്ലെങ്കിൽ രാസപദാർത്ഥങ്ങൾ എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ പിന്നെ ജൈവമായിട്ടുള്ള പദാർത്ഥങ്ങളെല്ലാം ഉപയോഗിക്കാം. ജൈവ വളങ്ങൾ ഉപയോഗിക്കുന്നു, പിന്നെ ജൈവ കീടനാശിനികൾ പലതരം സാധനങ്ങൾ അരച്ചും പുളിപ്പിച്ചിട്ടും ഒക്കെ ഉപയോഗിക്കുന്നു, അതൊക്കെ ചെയ്യുന്നു. പക്ഷേ കൃത്രിമമായിട്ടുള്ള സാധനങ്ങൾ പാടില്ല എന്നുള്ളതാണ് അതിനുള്ള ഒരു നിബന്ധനയായിട്ട് പല സർട്ടിഫൈയിങ് ഏജൻസികളും പല ആൾക്കാരും പറയുന്നത്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അപ്പം അങ്ങനെയാണെങ്കിൽ മൂത്രം ഉപയോഗിക്കാം. കാരണം ജൈവ ഉൽപ്പന്നമാണല്ലോ. ഈ മൂത്രത്തിൽ യൂറിയ ആണുള്ളത്, നമുക്കറിയാം. നൈട്രോജനസ് വേസ്റ്റ് പ്രോഡക്റ്റ് യൂറിയ ആണ് മൂത്രത്തിലുള്ളത്. പക്ഷേ മറ്റേ ഇൻഡസ്ട്രിയൽ പ്രോഡക്റ്റായിട്ട് വരുന്ന യൂറിയയോ അതിലും യൂറിയ തന്നെയാണുള്ളത്, മൂത്രത്തിലും യൂറിയ തന്നെയാണുള്ളത്. ഒന്നും ഉപയോഗിക്കാം, ഒന്നും ഉപയോഗിക്കാൻ പാടില്ല. ഇതൊരു വിരോധാഭാസമല്ലേ? മറ്റേ നമ്മൾ വളരെ ചെറിയ തോതിൽ ഇടാൻ പറയുന്നുള്ളൂ. പക്ഷേ ഗ്രാന്യൂളായിട്ട് കിട്ടുന്ന ഇൻഡസ്ട്രിയൽ പ്രോഡക്റ്റ് ആയിട്ടുള്ള യൂറിയ ഉപയോഗിക്കാൻ പാടില്ല. നിങ്ങളുടെയോ പശുവിൻ്റെയോ മൂത്രം ഉപയോഗിക്കാം, രണ്ടും യൂറിയ തന്നെയാണ്. അപ്പം അങ്ങനെയുള്ള വിരോധാഭാസങ്ങൾ പലതും ഈ ജൈവകൃഷിയുടെ അതിൽ തന്നെ പറയുന്നുണ്ട്. പിന്നെ അതിൽ ബോർഡോ മിശ്രിതം ഉപയോഗിക്കാം. വളരെ ഫലപ്രദമായിട്ടുള്ള ഒരു പിന്നെ കുമിൾനാശിനിയാണ് ബോർഡോ മിശ്രിതം. അത് ജൈവകൃഷിയിൽ ഉപയോഗിക്കാം. അത് അവർക്ക് സൗകര്യമുണ്ട്. അപ്പോൾ അവർ പറയും അത് ഉപയോഗിക്കാം. കാരണം ഒരു വക രോഗങ്ങളെ ചെറുക്കാൻ ബോർഡോ മിശ്രിതം വളരെ നല്ലതാണ്. അപ്പോൾ അങ്ങനെ ജൈവകൃഷി എന്ന് പറയുന്നത് തന്നെ കുരുടൻ ആനയെ കാണുന്ന മാതിരി എന്തൊക്കെയോ ആയിട്ടാണ് പലതായിട്ടാണ് വ്യാഖ്യാനിക്കുന്നത്. പല പല സർട്ടിഫൈയിങ് ഏജൻസികളും കൺസ്യൂമർ ഓർഗനൈസേഷൻസും ഇതിനെ പലതുമായിട്ടാണ് കാണുന്നത്. ഒരു യൂണിഫോമിറ്റിയും അതിലില്ല. അപ്പോൾ പിന്നെ അങ്ങനെയുള്ള ജൈവകൃഷിയിൽ ഉണ്ടാക്കിയ സാധനങ്ങളുടെ ന്യൂട്രീഷൻ റിലേറ്റഡ് ഹെൽത്ത് എഫക്ട്സ് എത്രമാത്രം ഉണ്ട് എന്നുള്ളതാണ് ഒരു പരിശോധന. നമ്മൾ പറയുന്നില്ല ജൈവകൃഷിയിൽ ഉൽപ്പന്നമാണെങ്കിൽ വളരെ സ്വാദിഷ്ടമായിരിക്കും, അത് കൂടുതൽ പിന്നെ ഗുണമേന്മയുള്ളതായിരിക്കും എന്നുള്ളതാണ് നമ്മൾ പൊതുവെ കേൾക്കുന്ന ഒരു ആർഗ്യുമെൻറ്റ്. അതിനെക്കുറിച്ചിട്ടുള്ള പഠനങ്ങൾ നമ്മൾ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ അതിന് യാതൊരുവിധ അടിസ്ഥാനവും ഇല്ല. മെറ്റാ അനാലിസിസ് ആണ് ഇതൊക്കെ. കേവലം ഒരു പഠനമല്ല, മറിച്ച് ഒരു 90,000 അല്ലെങ്കിൽ 50,000 പഠനങ്ങളുടെ മെറ്റാ അനാലിസിസ് ആണ് ഇപ്പോഴും നേച്ചറിലൊക്കെ വരുന്ന പേപ്പേഴ്സ്. അത് വെച്ചിട്ടാണ് ഇതൊക്കെ പറയുന്നത്. ഞാൻ അതിൻ്റെ റിസൾട്ട് പറയുന്നത് നോ എവിഡൻസ് ഓഫ് ഡിഫറൻസസ് ഇൻ ന്യൂട്രീഷൻ റിലേറ്റഡ് ഹെൽത്ത് ഔട്ട്കംസ് റിസൾട്ട് ഫ്രം എക്സ്പോഷർ ടു ഓർഗാനിക് ഓർ കൺവെൻഷനലി പ്രൊഡ്യൂസ്ഡ് ഫുഡ് സ്റ്റഫ്സ് എന്നുള്ളതാണ് അതിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള അതിൻ്റെ നിഗമനം. 98,000 പഠനങ്ങളുടെ മെറ്റാ അനാലിസിസ് ആണ്. ഇനി ഹെൽത്തിയർ ആണോ എന്നുള്ളതാണ്. ഓർഗാനിക് ഫുഡ്സ് ഹെൽത്തിയർ ആണോ? അതും പറയുന്നത് അതിൽ കാര്യമായിട്ടുള്ള വ്യത്യാസങ്ങളില്ല എന്നുള്ളതാണ്. പബ്ലിഷ്ഡ് ലിറ്ററേച്ചർ ലാക്സ് സ്ട്രോങ് എവിഡൻസ് ദാറ്റ് ഓർഗാനിക് ഫുഡ്സ് ആർ സിഗ്നിഫിക്കൻ്റ്ലി മോർ ന്യൂട്രീഷ്യസ് ദാൻ കൺവെൻഷണൽ ഫുഡ്സ് എന്നുള്ളതാണ്. ന്യൂട്രീഷ്യസും അല്ല, അതിന് ഈ ക്യാൻസറിൻ്റെ മാതിരിയുള്ള രോഗങ്ങളെ ചെറുക്കാൻ പറ്റുമെന്നുള്ളതിന് തെളിവുമില്ല എന്നുള്ളതാണ് ആധുനിക ശാസ്ത്രം പറയുന്നത്. ഇത് പിന്നെ ഓർഗാനിക് ഫുഡ് ഡസൻ ലോവർ ഓവറോൾ ക്യാൻസർ റിസ്ക് എന്നുള്ളതാണ് ഇത് പറയുന്നത്. 60 ലക്ഷം 6 മില്യൺ ആൾക്കാരെ പഠിച്ചിട്ടുള്ള ഒരു പഠനമാണിത്. അതിൽ പറയുന്നത് പിന്നെ ഓർഗാനിക്കായിട്ട് പൂർണ്ണമായിട്ട് ഓർഗാനിക്കായിട്ടും അല്ലെങ്കിൽ കുറച്ചൊക്കെ ഓർഗാനിക്കുമായിട്ടുള്ള ഭക്ഷണ സാധനം മാത്രം കഴിച്ചിരുന്ന ആൾക്കാരും കൺവെൻഷണലായിട്ടുള്ള ആൾക്കാരും പിന്നെ ഭക്ഷണ സാധനം കഴിച്ചിരുന്ന ആൾക്കാരും തമ്മിൽ ക്യാൻസറിൻ്റെ പിന്നെ റിസ്കിൻ്റെ കാര്യത്തിൽ കാര്യമായിട്ടുള്ള വ്യത്യാസം ഇല്ല എന്നുള്ളതാണ്. 60 ലക്ഷം 6 മില്യൺ ആൾക്കാരെ പഠിച്ചിട്ടുള്ള 15 വർഷത്തോളം എടുത്തിട്ടുള്ള പഠനമാണ്. അപ്പോൾ പിന്നെ ഇതിൻ്റെ കാര്യത്തിലും വ്യത്യാസമൊന്നുമില്ല. പിന്നെ നമ്മൾ കേൾക്കുന്ന എന്താണ്? കീടനാശിനികളുടെ റെസിഡ്യൂവിനെ കുറിച്ചാണ് അല്ലേ? അവശിഷ്ട വീര്യം. പത്രങ്ങളൊക്കെ അതിൻ്റെ കഥകൾ ഇഷ്ടം പോലെ കൊട്ടിഘോഷിക്കുകയാണ് ചെയ്യുന്നത്. പത്രം വായിച്ച് കേട്ടാൽ തോന്നും പച്ചക്കറി കഴിച്ച് ആത്മഹത്യ ചെയ്ത കുടുംബം എന്ന് പറഞ്ഞിട്ട് ഭാവിയിൽ വാർത്ത വരാവുന്ന രീതിയിലേക്ക് നമ്മളുടെ ഇടയിൽ ഈ പാനിക് ക്രിയേഷൻ വന്നിരിക്കുന്നു അല്ലേ? അത്ര തോതിലാണ് പച്ചക്കറിയിലെ വിഷത്തെക്കുറിച്ചൊക്കെ പിന്നെ ചാനൽ ചർച്ചകളൊക്കെ പുരോഗമിക്കുന്നത്. എന്താണ് അതിൻ്റെ യാഥാർത്ഥ്യം? ഇത് പാലക്കാട് വെച്ച് നടന്ന AKG പഠന ഗവേഷണ കേന്ദ്രത്തിൻ്റെ ഒരു പിന്നെ കോൺഗ്രസ് നടന്നതാണ് അവിടെ. അത് ഞാൻ അറ്റൻഡ് ചെയ്തിരുന്നു. അവിടെ വെള്ളായണിയിൽ കാർഷിക കോളേജിലുള്ള കേരളത്തിലെ പെസ്റ്റിസൈഡ് റെസിഡ്യൂ അക്രഡിറ്റഡ് ലാബറട്ടറിയിൽ 3 വർഷമായിട്ട് നടത്തിയ പഠനങ്ങളുടെ
ആകത്തുകയാണ് അവർ അവതരിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ അതെന്താണ് പറയുന്നത്? ഇതാണ് ഡോക്ടർ നസീമ ബീവി, എൻ്റെ ടീച്ചറാണ്, ടീച്ചറുടെ പേപ്പറാണ്. പേപ്പർ പറയുന്നത് എന്താണെന്നറിയോ? പെറൂസൽ ഓഫ് ദ മോണിറ്ററിംഗ് ഓഫ് ഡാറ്റ ഓൺ പെസ്റ്റിസൈഡ് റെസിഡ്യൂസ് ഇൻ വെജിറ്റബിൾസ് കളക്റ്റഡ് ഫ്രം ദ മേജർ മാർക്കറ്റ്സ് ഇൻ ദ സ്റ്റേറ്റ് ഡ്യൂറിംഗ് ദ പീരീഡ് അണ്ടർ ദ റിപ്പോർട്ട്. അതായത് 3 വർഷത്തെ പീരീഡിൽ, ലാസ്റ്റ് AICRPയുടെ 3 വർഷത്തെ റിവ്യൂ ആയിരുന്നു. 1772 സാമ്പിൾസിൽ 84% വിഷമില്ലാത്തതായിരുന്നു. ഏതെങ്കിലും മാധ്യമം നിങ്ങളോട് ഇത് പറഞ്ഞുവോ? 84% വിഷവീര്യമില്ലാത്തത്, അവശിഷ്ട വീര്യം ഇല്ലാത്തതായിരുന്നു എന്നുള്ളതാണ് അതിൽ പറയുന്നത്. പിന്നെ 16.3% അനുവദനീയമായിട്ടുള്ള അളവിനേക്കാളും കൂടുതൽ കണ്ടിരിക്കുന്നത്. അതിൽ തന്നെ MR വാല്യൂവിനേക്കാളും കണ്ടാമിനേഷൻ ഉണ്ടായിട്ടുള്ളത് 16%. അതിൽ തന്നെ അനുവദനീയമായിട്ടുള്ള അളവിനേക്കാളും കൂടുതൽ കണ്ടിരിക്കുന്നത് എത്രയാണ്? 3.4%. 2.4%. 2.4%-നെ കുറിച്ച് മാത്രമേ നമ്മൾ പേടിക്കേണ്ടതുള്ളൂ. ആരെങ്കിലും പറഞ്ഞു അങ്ങനെ? നമ്മൾ വായിച്ചു കേട്ടാൽ തോന്നി ഒരു പച്ചക്കറിയും കഴിക്കാൻ പറ്റില്ല എന്നുള്ള നിലയിലേക്കാണ് ഈ മാധ്യമങ്ങൾ മുഴുവൻ ഇതിനെ വിളമ്പിയത്. അവർക്ക് ഡാറ്റ കിട്ടുന്നുണ്ടാവും, പക്ഷെ വിളമ്പിയത് ഈ രീതിയിലാണ്. അപ്പോൾ ഈ 2.4% MR വാല്യൂവിൻ്റെ കണക്കെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അത് പല പുതിയ രാസവസ്തുക്കൾക്കും MR വാല്യൂ, മാക്സിമം റെസിഡ്യൂ ലിമിറ്റ്, ഇന്ത്യയിൽ ഫിക്സ് ചെയ്തിട്ടില്ല. ഒരുപാട് പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ അത് ചെയ്യുക. അപ്പോൾ നമ്മളിപ്പോൾ തൽക്കാലം യൂറോപ്യന്മാരെടുക്കുന്ന അതേ വാല്യൂ നമ്മൾ എടുത്തു. അവിടെ സായിപ്പ് എങ്ങനെയാ ഭക്ഷണം? അവർ പച്ചക്കറി സാധനങ്ങളൊക്കെ, ഇലയും സ്പൈനാച്ചും ലെറ്റ്യൂസും ഒക്കെ മുറിച്ച് തറിച്ചിട്ട്, കഴുകി തറിച്ചിട്ട്, അതിൻ്റെ മുകളിൽ കുറേ ക്രീം ഒഴിച്ചിട്ട് പശുവിന് പുല്ല് വെക്കുന്ന മാതിരി വട്ടിയിൽ അങ്ങോട്ട് നീട്ടി വെക്കലാണ്. ആ പച്ചയായിട്ട് തിന്നുക. നമ്മൾ എന്ത് കിട്ടിക്കഴിഞ്ഞാലും പച്ചയായിട്ട് തിന്നുന്നത് വളരെ കുറവാണ്. അത്യാവശ്യം മറ്റേ കക്കരി തിന്നുമായിരിക്കും. ബാക്കിയുള്ളതൊക്കെ നമ്മൾ വേവിച്ചിട്ടാണ് കഴിക്കുക. വേവിക്കുമ്പോൾ പല കെമിക്കൽസും തെർമോലബൈലാണ്. ചൂടിൽ വിഘടിച്ച് വിഷമല്ലാത്ത വസ്തുക്കളായി മാറും. പിന്നെയോ നമ്മൾ പുളിയുള്ള എൻവയോൺമെൻറ്റിൽ, അല്ലേ, നമ്മൾ പുളി പിഴിഞ്ഞൊടിക്കും, അല്ലെങ്കിൽ തക്കാളി ഇടും. അപ്പോൾ പുളിയുള്ള എൻവയോൺമെൻറ്റിൽ ഇത് വീണ്ടും വിഘടിച്ച് പോവും. അപ്പോൾ ശരിക്ക് വെജിറ്റേറിയൻ ചാപ്പാടോ നോൺ വെജിറ്റേറിയൻ ചാപ്പാടോ എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ അതിൽ വളരെ വളരെ ചെറിയ അളവിൽ മാത്രമേ ഹാനികരമായിട്ടുള്ള തോതിൽ വിഷം ഉണ്ടായിരുന്നിരിക്കാനുള്ള സാധ്യതയുള്ളൂ എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പക്ഷേ ഈ കേന്ദ്രങ്ങളിലൊന്നും ഇപ്പോഴ് ഈ വെജിറ്റേറിയൻ ചാപ്പാടും നോൺ വെജിറ്റേറിയൻ ചാപ്പാടും എടുക്കുന്നില്ല. കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് എടുക്കുന്നില്ല. ഞാൻ വിവരാവകാശ നിയമപ്രകാരം ചോദിച്ചു കഴിഞ്ഞപ്പോൾ 99, 2000 കാലഘട്ടങ്ങളിലും കുറച്ച് സാമ്പിൾസ് എടുത്തിരുന്നു. അന്ന് കുറച്ച് സാമ്പിളുകളിൽ ക്ലോർപൈറിഫോസ് എന്നുള്ളൊരു കീടനാശിനി കണ്ടിരുന്നു, എബോവ് MR വാല്യൂ കണ്ടിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. അതിൻ്റെ കാരണം അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലായത്, പയറിലും പരിപ്പിലുമാണ് ഈ സാധനം ചേർക്കുന്നത്. ക്ലോർപൈറിഫോസിൻ്റെ പൊടി ചേർക്കുന്നത് അത് വ്യാപാരികളാണ് ചേർക്കുന്നത്. ഇത് കുത്തിപ്പോവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അവന് എളുപ്പപ്പണിയാണ്. ചാക്കിൽ ഇത് നിറക്കുമ്പോൾ അതിൻ്റെ കൂടെ ഈ പൊടി ഇട്ടിട്ട് അങ്ങ് സീൽ ചെയ്താൽ മതി. ഔട്ട് ഓഫ് സൈറ്റ് ഔട്ട് ഓഫ് മൈൻഡ്, പേടിക്കണ്ട. നേരെ ഇത് നഴ്സറി കുട്ടികൾക്ക് കഞ്ഞിയും പയറും കൊടുക്കാനാണ് ഈ സാധനം പോകുന്നുള്ളത്, അവൻ ആലോചിക്കേണ്ട കാര്യമില്ല. അങ്ങനെയുള്ള പ്രാക്ടീസസ് ആണ് പലപ്പോഴും ഹാനികരമായിട്ട് വരുന്നത്. ഇനി നമ്മൾ എല്ലാം ജൈവമായിട്ട് പോയാൽ എന്ത് സംഭവിക്കും? എല്ലാം ജൈവവളം മാത്രം ഇടുന്നു. ബാക്കിയുള്ള നിവേശങ്ങൾ, രാസവളങ്ങളോ അല്ലെങ്കിൽ ബാക്കിയുള്ള സൂക്ഷ്മമൂലകങ്ങളോ ഒന്നും പ്രയോഗിക്കാതിരുന്നു കഴിഞ്ഞാൽ ഇവിടെ എന്ത് സംഭവിക്കും? കേരളം മുഴുവൻ ജൈവമാവാൻ പോവല്ലേ? അടുത്ത വർഷം അവസാനത്തോട് കൂടിയിട്ട് ജൈവമാവാൻ വേണ്ടിയിട്ട് എല്ലാവരും അങ്ങ് തീരുമാനിച്ചിരിക്കുകയാണ്. എന്താ സംഭവിക്കുക? നമ്മൾ കേരളത്തിലുള്ള 1,40,000 മണ്ണ് സാമ്പിളുകൾ അനലൈസ് ചെയ്തിട്ട് അതിൻ്റെ റിപ്പോർട്ട് സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ സാലിയൻ്റ് ആയിട്ടുള്ള ഫൈൻഡിങ്സ് നോക്കിക്കഴിഞ്ഞാൽ കേരള മണ്ണ് വളരെയധികം വെതേർഡായിട്ടുള്ള, വെയിലും മഴയും കൊണ്ട് അതിൻ്റെ വളക്കൂറ് നഷ്ടപ്പെട്ട തോതിലുള്ള മണ്ണാണ് കേരളത്തിലെ മണ്ണ്. ബാക്കിയുള്ള പല സംസ്ഥാനങ്ങളിലെ മണ്ണുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ ഭയങ്കര അസിഡിക് ആയിട്ടുള്ള മണ്ണാണ്, പുളിരസം കൂടുതലുള്ളതാണ്. അപ്പോഴും തന്നെ രോഗകീടങ്ങൾ കൂടുതലാവും. കാരണം പുളിരസമുള്ള മണ്ണാവുമ്പോൾ എല്ലാ മൂലകങ്ങളും ആനുപാതികമായിട്ട് ചെടിക്ക് കിട്ടില്ല. അപ്പോൾ ചെടി അപ്പോൾ തന്നെ പ്രീഡിസ്പോസ്ഡ് ആണ് രോഗങ്ങളും കീടങ്ങളും പ്രശ്നങ്ങളും വരാൻ വേണ്ടിയിട്ട്. പിന്നെയോ ഓർഗാനിക് മാറ്റർ കണ്ടന്റ് കുറഞ്ഞു വരുന്നു. ഫോസ്ഫറസ് ഫിക്സേഷൻ, കാരണം അസിഡിക് സോയിൽ ആയതുകൊണ്ട് ഫോസ്ഫറസ് ഫിക്സ് ചെയ്ത് പോകുന്നുണ്ട്. പൊട്ടാസ്യം എന്ന് പറയുന്ന മൂലകം വളരെ കുറവാണ് കേരളത്തിലെ മണ്ണിൽ. കാൽഷ്യം വളരെ കുറവാണ്. ഇപ്പം ബോറോൺ കുറവായിട്ടും സിങ്ക് കുറവായിട്ടും മറ്റു ചില മൂലകങ്ങളൊക്കെ കുറവായിട്ട് കാണുന്നു എന്നുള്ളതാണ്. അപ്പോൾ ജൈവവളം മാത്രം ഇട്ടാൽ ഈ പ്രശ്നം പരിഹരിക്കാൻ പറ്റുമോ? ബോറോണോ സിങ്കോ കുറഞ്ഞ ഒരു പാടശേഖരത്തിൽ ഉണ്ടാക്കിയെടുത്ത് നെല്ലിൻ്റെ വൈക്കോല് പശുവിന് കൊടുത്ത് അതിൻ്റെ ചാണകം ഇട്ട് കഴിഞ്ഞാൽ അതിൽ ബോറോണോ സിങ്ക് കുറവായിരിക്കും. ആ വാഴ തിരി വരില്ല, അതിന് പുതിയ തിരി വരില്ല. പുതിയ തിരി നടുക്ക് ഉറച്ചു പോവും, തിരി അടഞ്ഞു പോവും, പുതിയ തിരി ഇങ്ങനെ വളഞ്ഞു നിൽക്കും.
പിന്നെ തിരിവടരാതെ വരും. അങ്ങനെയുള്ള പല പ്രശ്നങ്ങളും വരും. കാരണം ഇത് ഒരു പോഷക ചക്രമാണ്, മണ്ണിൽ നിന്ന് മനുഷ്യനിലേക്ക് ഒരു പോഷക ചക്രമാണ്. അപ്പോൾ കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അധികമായിട്ട് കൊടുക്കണം. അത് ചിലപ്പോൾ നമ്മൾ പുറത്തുനിന്ന് കൊടുക്കേണ്ടി വരും. മനുഷ്യന് കാൽഷ്യം ടാബ്ലറ്റ് കഴിക്കാം, മണ്ണിൽ കാൽഷ്യം ഇട്ടുവിടാന്ന് പറയാൻ പറ്റുമോ? മനുഷ്യന് മഗ്നീഷ്യം കഴിക്കാം, മണ്ണിൽ ഇട്ടുവിടാന്ന് പറയാൻ പറ്റുമോ? അപ്പോൾ മണ്ണിൽ ഇട്ട് കൊടുക്കേണ്ടി വരും. നമ്മൾ പൊട്ടാസ്യം കുറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ വരും. ഒരുപാട് ഫോട്ടോസ് ഉണ്ട് എൻ്റെ അടുക്ക, ഞാൻ കുറച്ച് മാത്രമേ ഇട്ടിട്ടുള്ളൂ. നമ്മൾ വാഴപ്പഴത്തിൽ പൊട്ടാസ്യം കുറഞ്ഞു കഴിഞ്ഞാൽ കല്ല് കടിക്കും. അതിൻ്റെ അകത്ത് നമ്മൾ കിടക്ക് കിട്ടലില്ലേ, പ്രത്യേകിച്ച് നമ്മളെ മൈസൂർ പൂവനൊക്കെ അതിൻ്റെ ഉള്ളിൽ കടിക്കും. നമ്മൾ തിന്നുമ്പോൾ അതിൻ്റെ ഉള്ളിൽ കല്ല് കടിക്കും പൊട്ടാസ്യം കുറഞ്ഞു കഴിഞ്ഞാൽ. സ്വാദ് കുറയും. തേങ്ങ അതിൻ്റെ അകത്ത് ചിരട്ട ഫോർമേഷൻ ഉണ്ടാവില്ല, കാമ്പ് വളരെ കുറവായിട്ടിരിക്കും തേങ്ങയിൽ. അങ്ങനെ നിരവധി ലക്ഷണങ്ങൾ പൊട്ടാസ്യം കുറഞ്ഞു കഴിഞ്ഞാൽ കാണും. ബോറോൺ വ്യാപകമായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുമായിരിക്കും. ഈ പപ്പായക്ക് ഇങ്ങനെ കുരുകുരുപ്പ് വരുന്നത് ബോറോൺ കുറവാകുന്നതുകൊണ്ടാണ്. ഒരുപാട് സ്ഥലങ്ങളിൽ കാണാം. ബാക്കിയുള്ള ലക്ഷണങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാം. തേങ്ങയൊക്കെ ചിരട്ടിയില്ലാണ്ട് ഇങ്ങനെ പൊട്ടിപ്പോവും, പേട് കായ്ക്കും. തെങ്ങ് ഒരുപാട് പേട് കായ്ക്കും. ബോറോൺ കുറയുന്നത് കൊണ്ടാണ്. പിന്നെ കാൽഷ്യം കുറഞ്ഞു കഴിഞ്ഞാൽ ഇത് പല ലക്ഷണങ്ങളാണ്. ഈ അതുകൊണ്ടല്ലേ നേന്ത്രക്കൊല വരേണ്ടതിന് പകരം ഒരു നാടൻ കൊല പോലും വന്നിട്ടില്ല അതിൻ്റെ അകത്ത്. ആ വാഴക്ക് അത്ര ചെറിയ കൊലകളെ ഉണ്ടാവുള്ളൂ കാൽഷ്യം കുറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ തക്കാളിക്ക് ഫ്ലവർ ആൻഡ് റോട്ട് വരും, ഫ്ലവറുള്ള ഭാഗത്ത് ചീച്ചൽ വരും. മഗ്നീഷ്യം കുറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെയുള്ള ലക്ഷണങ്ങൾ ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെയൊക്കെ ഈ ലക്ഷണങ്ങൾ ഉണ്ടാകുമ്പം ഈ മണ്ണ് പരിശോധിച്ച് അല്ലെങ്കിൽ അതിൻ്റെ ഇലകൾ പരിശോധിച്ച് കൃത്യമായിട്ട് അറിഞ്ഞ് കൊടുക്കണം. അങ്ങനെയാണ് ശാസ്ത്രം ഉപയോഗിക്കേണ്ടത്. പിന്നെ ഏതൊക്കെയാണ് പ്രശ്നങ്ങൾ, പോഷക പ്രശ്നങ്ങൾ അല്ലെങ്കിൽ മണ്ണിൻ്റെ പ്രശ്നങ്ങൾ, അതിനെ പരിഹരിക്കാൻ വേണ്ടിയിട്ട് കൃത്യമായിട്ടുള്ള ശാസ്ത്രം നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ആ ശാസ്ത്രത്തെ മൊത്തം നിരസിച്ചുകൊണ്ട് ഇന്ന് ജൈവ കൃഷി എന്ന് പറഞ്ഞിട്ട് പോവുകയാണ്. അപ്പോൾ ആർക്കാണ് നഷ്ടം? അത്യാവശ്യം ഹോബിക്ക് കൃഷി ചെയ്യുന്ന ആൾക്കാർക്ക് പ്രയാസമില്ല. അവർക്ക് കിട്ടിയ സന്തോഷം, കിട്ടിയില്ലെങ്കിൽ വലിയ വിഷമമൊന്നുമില്ല. ശ്രീനിവാസൻ്റെ മാതിരി ആൾക്കാർക്ക് പ്രശ്നമില്ല. അവർക്ക് കൃഷീൻ്റെ കൂടെ കിട്ടേണ്ട അത്യാവശ്യ സാധനം കിട്ടും. എന്താണ്? പ്രശസ്തി. അത് അവർക്ക് കിട്ടിക്കോളും. അപ്പോൾ അങ്ങനെയുള്ള പിന്നെ ഇതൊക്കെ അവർക്കൊന്നും പ്രശ്നമില്ല. കൃഷിക്കാരനാണ് നഷ്ടം. നമ്മളെ തീറ്റിപ്പോറ്റുന്ന കൃഷിക്കാരന് അവൻ്റെ വിളവാണ് തകർന്നു പോവുക. അവൻ പുണ്യം കിട്ടാൻ വേണ്ടിയിട്ടല്ല ഈ കൃഷി ചെയ്യുന്നത്. അവന് വരുമാനം കിട്ടിയിട്ട് വേണം അവൻ്റെ മോളെ ഫീസ് കൊടുക്കാൻ. അവന് വീട് കെട്ടാൻ ഇതിൽ നിന്ന് വരുമാനം കിട്ടിയിട്ട് വേണം. അവൻ്റെ ഉൽപ്പാദനക്ഷമതയും ഏറ്റവും ഉയർന്ന നിലയിലേക്ക് എത്തിക്കുന്ന രീതിയിലുള്ള കാർഷിക മുറകൾ നമ്മൾക്ക് പറഞ്ഞു കൊടുക്കാനും അത് പ്രയോഗത്തിൽ വരുത്താനും കഴിയണം. ഈ ജൈവ കൃഷി എന്ന് പറഞ്ഞ് വന്നു കഴിഞ്ഞാൽ നാളെ ഇവിടെ രാസവളം കിട്ടാണ്ടിരുന്നു കഴിഞ്ഞാൽ നെല്ലിൻ്റെ വളവൊക്കെ ഒറ്റയടിക്ക് കുറഞ്ഞു പോകും. വാഴയുടെ കൊലയൊക്കെ വളരെ കുഞ്ഞു കൊലയായിട്ട് മാറും പൊട്ടാസ്യം ഇല്ലാണ്ടിരുന്നു കഴിഞ്ഞാൽ. ഈ ചേന, ചേമ്പ്, കാച്ചിൽ, കപ്പക്കൊക്കെ സ്റ്റാർച്ച് പ്രൊഡ്യൂസിങ് സാധനങ്ങൾക്കൊക്കെ ഉയർന്ന തോതിൽ പൊട്ടാസ്യം വേണം. എങ്കിൽ മാത്രമേ സ്റ്റാർച്ച് പ്രൊഡക്ഷൻ വരുള്ളൂ. അതൊക്കെ വളരെ കുറഞ്ഞു പോകും. അപ്പോൾ നമുക്ക് വളരെ പിന്നെ ശമ്പളം കിട്ടുന്ന ആൾക്കാർക്കും പെൻഷൻ കിട്ടുന്ന ആൾക്കാർക്കൊക്കെ പറയാം ജൈവ കൃഷി എന്നൊക്കെ പറയാം. പക്ഷേ അതൊരു ഫാഷൻ ഷോ മാത്രമാണ്. ഉയർന്ന ഉൽപ്പാദനം ഉണ്ടാക്കാനോ ബാക്കിയുള്ള കാർഷിക രംഗത്തെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാനോ ഈ ജൈവ കൃഷിയെ കൊണ്ട് കഴിയില്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം അത് അടിസ്ഥാനപരമായിട്ട് ആ ഒരു വേറെ ഒന്നും അന്വേഷിക്കേണ്ട, ജൈവം മാത്രമായിട്ട് നിങ്ങൾ പോയാൽ മതി എന്ന് പറയുമ്പോൾ തന്നെ നിരവധി അന്വേഷണങ്ങളുടെ പാതയെ നമ്മൾ അടക്കുകയാണ് ചെയ്യുന്നത്. ജൈവം മാത്രമേ പാടുള്ളൂ എന്ന് പറയുമ്പോൾ. അപ്പോൾ ചെടിക്ക് ജൈവം രാസമൊന്നുമില്ല കേട്ടോ. ചെടിക്ക് എന്ത് കിട്ടിയാലും മതി. അത് പിന്നെ ജൈവമായാലും രാസമായാലും അത് അയോണുകളുടെ രൂപത്തിലാണ് അത് വലിച്ചെടുത്തിട്ട് അത് ഉപയോഗിക്കുക. അതുകൊണ്ട് ചെടിക്ക് അതൊരു പ്രശ്നമേ അല്ല. അപ്പോൾ നമ്മുടെ കാർഷിക മേഖലയിൽ ഒരുപാട് പിന്നെ ചാലഞ്ചസ് ഉണ്ട്, വെല്ലുവിളികൾ നിരവധിയാണ്. പിന്നെ ഭൂമി കുറഞ്ഞു വരുന്നു, ആൾക്കാരുടെ എണ്ണം കൂടി വരുന്നു, പിന്നെ ഉൽപ്പാദനക്ഷമത പല മേഖലകളിലും കുറഞ്ഞു വരുന്നു. കാരണം മണ്ണിൻ്റെ പ്രശ്നങ്ങളൊക്കെ കൊണ്ട് ഉൽപ്പാദനക്ഷമത കുറഞ്ഞു വരുന്നു. ഭൂമി ഒരുപാട് കുറയുന്നു. ഭക്ഷ്യധാന്യങ്ങളുടെ വില കൂടി വരുന്നു. UV റേഡിയേഷൻ കൊണ്ട് ചിലപ്പോൾ ഉൽപ്പാദനക്ഷമത ഇനിയും കുറയാം. കാരണം നമുക്ക് ഓസോൺ തിന്നിങ് ഒക്കെ നമുക്കറിയാം. അൾട്രാവയലറ്റ് രശ്മികൾ കൂടുതൽ വരുന്നു. ഗ്ലോബൽ വാർമിംഗ് ഉൽപ്പാദനക്ഷമത കുറച്ചേക്കാം എന്നുള്ളതാണ് പഠനങ്ങൾ പറയുന്നത്. പിന്നെ എനർജി ക്രൈസിസ് വരുമ്പോൾ, പെട്രോളിയം പ്രൊഡക്ഷൻ കുറഞ്ഞു വരുമ്പോൾ കൂടുതൽ സ്ഥലങ്ങൾ കരിമ്പും പിന്നെ ഗോതമ്പൊക്കെ കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുമ്പോൾ എന്ത് സംഭവിക്കും? സ്വാഭാവികമായിട്ടും പിന്നെ ധാന്യങ്ങളുടെ ഉൽപ്പാദനം കുറയും. ഭക്ഷ്യധാന്യങ്ങളുടെ ഉൽപ്പാദനം കുറയുമ്പോൾ ഭക്ഷ്യധാന്യങ്ങളുടെ വില കൂടാം. അങ്ങനെയുള്ള നിരവധി വെല്ലുവിളികൾ നമ്മുടെ മുമ്പിലുണ്ട്. അതുകൊണ്ട് നമ്മൾക്ക് വേണ്ടത് ശാസ്ത്രത്തെ അടിസ്ഥാനമാക്കിയിട്ടുള്ള കൃഷി രീതികളാണ്. ശാസ്ത്ര നിരാസം ഇതിനൊരിക്കലും പരിഹാരമല്ല.
സമയം വൈകിയത് കൊണ്ട് ഞാൻ നിർത്തുകയാണ്. ഇപ്പം 4 മണിയായി. അപ്പം ഞാൻ പറഞ്ഞു വന്ന ഇത്രയേ ഉള്ളൂ. കാർഷിക മേഖലയിൽ നമ്മൾ വൻതോതിൽ അറിവുകൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. പഴയ വിശക്കുന്ന ആളിന്നില്ല. അത് ഉൽപ്പാദനം ഇല്ലാത്തത് കൊണ്ടല്ല വിശക്കുന്നത്, മറിച്ച് വിതരണം ഇല്ലാത്തത് കൊണ്ടാണ്. കൃത്യമായിട്ടുള്ള ശാസ്ത്രീയമായിട്ടുള്ള പ്രയോഗങ്ങൾ വഴി ഉൽപ്പാദനക്ഷമത എത്രയോ കൂട്ടാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. ഹൈഡ്രോപോണിക്സ് കേട്ടിട്ടുണ്ടാവും. വെള്ളം ഉപയോഗിച്ച് മാത്രം കൃഷി ചെയ്യുക, മണ്ണേ വേണ്ട. ഹൈഡ്രോപോണിക്സിൽ ഉണ്ടാക്കിയ തക്കാളിയും നിങ്ങളുടെ ജൈവ കൃഷിയിൽ ഉണ്ടാക്കിയ തക്കാളിയും എല്ലാം മണ്ണ് പരിശോധിച്ച് കൃത്യമായിട്ടുള്ള മൂലകങ്ങൾ ഉണ്ടാക്കി കൊടുത്ത തക്കാളി നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരുപോലെ ആയിരിക്കും സ്വാദ്. ജൈവ കൃഷിക്ക് സ്വാദ് കുറവായിരിക്കാം. കാരണം അവിടെ ചില മൂലകങ്ങൾ കുറയുമ്പോൾ ഫ്ലവർ ആൻഡ് റോട്ട് വരാം, അല്ലെങ്കിൽ അതിന് ക്രാക്ക് വരാം, വേണ്ട രീതിയിൽ പഴുക്കാതിരിക്കാം. അപ്പോൾ ഈ പുതിയ കാർഷിക മാർഗങ്ങൾ ശാസ്ത്രം നിരന്തരമായിട്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. നിരവധി ചോദ്യങ്ങൾക്ക് ഉത്തരം തന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. ആ മാർഗങ്ങൾ അടച്ചു വെച്ചുകൊണ്ട് ഒരു സംസ്ഥാനം മുഴുവൻ ജൈവ കൃഷി എന്ന് പറഞ്ഞിട്ട് ഒരു നയം കൊണ്ടുവന്നിട്ട് പോകുന്നത് വളരെ വലിയ ഒരു തെറ്റാണ് വരും തലമുറ. കാരണം ചെറിയ കുട്ടികൾക്ക് കൊടുക്കുന്ന ഒരു മെസ്സേജ് കൂടിയാണത്. നിങ്ങൾക്ക് അവിടെ ശാസ്ത്രത്തിൻ്റെ ആവശ്യമില്ല, മുഴുവൻ ജൈവം മതി, അല്ലേ? ശാസ്ത്രമായിട്ട് കൊണ്ടുവരുന്ന ഈ സാധനങ്ങളൊക്കെ എന്തെയോ തെറ്റുകളാണ്, എന്തെയോ വലിയ തോതിലുള്ള പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നതാണ് എന്നുള്ളൊരു മെസ്സേജാണ് ഈ കുട്ടികളെല്ലാം ഇപ്പോഴെന്താ പച്ചക്കറിയും നെല്ലൊക്കെ കുട്ടികൾ ചെയ്യുന്നതായിട്ട് കാണുന്നില്ലേ സ്കൂളിൽ? എല്ലാം ജൈവമാണ്, എല്ലാം ജൈവത്തിൻ്റെ രീതിയിലേക്കാണ് പോകുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു മെസ്സേജ് കൊടുക്കുന്നത് വലിയ തെറ്റാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതിന് ഒരു മാറ്റാനുള്ളൊരു ശ്രമം ഉണ്ടാവണം. അപ്പോൾ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇങ്ങനെ ഒരു അവസരം തന്നതിന് ഇതിൻ്റെ സംഘാടകരോട് ഹൃദയം നിറഞ്ഞ നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. ഒരു ചോദ്യം വന്നിട്ടുള്ളത്, എന്തുകൊണ്ടാണ് ആധുനിക ഹൈബ്രിഡ് വിത്തുകൾ കൊല്ലം പുതുക്കിക്കൊണ്ടിരിക്കുന്നത്? 1000 വർഷം മുമ്പുള്ള പഴയ വിത്തുകൾ ഇന്നും നിലനിൽക്കുന്നു. IR8 എന്നത് ഇന്ന് കേൾക്കാനേ ഇല്ല. 3 വർഷം മുമ്പ് ഉണ്ടാക്കിയ 7, 1, 2 എന്നീ വിത്തുകൾ ഇപ്പോൾ കാണാനില്ല. എന്തുകൊണ്ട് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതായത് ആധുനിക വിത്തുകൾ ഹൈബ്രിഡൈസേഷൻ വഴിയാണ് ഉണ്ടാക്കുന്നത്. എല്ലാ വിത്തുകളും അങ്ങനെയല്ല. ആദ്യം ഹൈബ്രിഡൈസ് ചെയ്തിട്ട് പിന്നീട് പലതവണ സെൽഫ് ചെയ്തിട്ടാണ് ഒരു വെറൈറ്റി ആക്കിയിട്ട് മാറ്റുന്നത്. അതുതന്നെ അതിൻ്റെ ഉൽപ്പാദനക്ഷമത ഉയർന്ന രീതിയിൽ നിലനിർത്തണമെങ്കിൽ സ്വാഭാവികമായിട്ടും അത് വീണ്ടും റീക്രോസ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ പുതിയ വിത്തുകളാക്കിയിട്ട് കൊണ്ടുവന്നിട്ട് ഉപയോഗിക്കേണ്ടി വരും. അതുകൊണ്ടാണ് ഇത് വരുന്നത്. അതായത് ജനറ്റിക് സ്റ്റെബിലിറ്റി ആധുനികമായി ഇപ്പം 10 വർഷമായിട്ട് ഉപയോഗിക്കുന്നു. പക്ഷേ നമ്മൾ കൃഷിക്കാരോട് പറയുന്നത് നിങ്ങൾ അതേ വിത്ത് ഉപയോഗിക്കരുത്, നിങ്ങളത് ഇടയ്ക്ക് പുതുക്കണം എന്നാണ് നമ്മൾ പറയുന്നത്. കാരണം ഫീൽഡിൽ ഇത് കൃഷി ചെയ്യുമ്പോൾ അടുത്തുള്ള വിത്തുകളുമായിട്ട് പരപരാഗണം വരും, അത്രേ വരുള്ളൂ. നെല്ലിന് പൊതുവേ ക്രോസ് പോളിനേഷൻ കുറവാണ്, സെൽഫാണ്. എങ്കിൽ പോലും ചെറിയ തോതിലുള്ള ക്രോസ് പോളിനേഷൻ വരും. ക്രമേണ അത് അക്യുമുലേറ്റ് ചെയ്ത് വരുമ്പം അത് വിത്തേ മാറിപ്പോവാം ക്രമേണ. അപ്പോൾ നമ്മളുടെ ആ വിത്തിൻ്റെ ഗുണഗണങ്ങൾ കിട്ടണമെങ്കിൽ നമ്മളത് പുതുക്കണം എന്നുള്ളതാണ്. പിന്നെ രണ്ടാമതായിട്ട് ഈ പഴയ വിത്തുകൾ എന്തുകൊണ്ട് അങ്ങനെ ആവശ്യം വരുന്നില്ല എന്നുള്ളതാണ്. പഴയ വിത്തുകളും നിരന്തരമായിട്ട് നിങ്ങൾ അടുത്തുള്ള ബാക്കിയുള്ള വിത്തുകളായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അതിനും വ്യത്യാസം വരും. കാരണം ചെറിയ ഒരു ശതമാനം ക്രോസ് പോളിനേഷൻ ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ അത് പഴയ കുറേ കൂടെ സ്റ്റേബിളായിട്ടുള്ള വിത്തുകളാണ്, അതിന് കുറവായിരിക്കും. എങ്കിലും അതും മറ്റുള്ള വിത്തുകളുമായിട്ട് മിക്സ് ചെയ്തിട്ട് കൃഷി ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ അടുത്തടുത്തുള്ള കണ്ടങ്ങളിൽ കൃഷി ചെയ്യുകയാണെങ്കിൽ അതിനും ഇതേ പ്രശ്നം വരും. രണ്ടാമത്തേത് മണ്ണിൻ്റെ സന്തുലിതാവസ്ഥ, മൂലകങ്ങൾ, ജലാംശം എന്നിവയാണല്ലോ സസ്യവളർച്ച, കായ്പിടുത്തം എന്നിവയെ സ്വാധീനിക്കുന്ന പ്രധാന ഘടകം. ജൈവ കൃഷിക്കാർ ആവശ്യത്തിലേറെ ഉൽപ്പാദിപ്പിച്ച് അവ വിറ്റ് ജീവിക്കുന്ന കാര്യത്തിന് ഇന്ന് ഇന്ത്യയിൽ നിരവധി ഉദാഹരണങ്ങളുണ്ട്. ഒരു ഉദാഹരണത്തിന് നിങ്ങൾ കാണണമെങ്കിൽ കണ്ണൂർ ജൈവ സംസ്കൃതി മേളയിൽ വന്നാൽ മതി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, നമ്മൾക്ക് ഒരു രോഗം മാറുന്നത് ബാക്കിയുള്ള ശാസ്ത്രങ്ങളുടെ കാര്യത്തിലാണെങ്കിൽ അനുഭവ സാക്ഷ്യം മതി. പക്ഷേ ശാസ്ത്രത്തിന് വേണമെങ്കിൽ എന്ത് ചെയ്യണം? അതിൻ്റെ കൃത്യമായിട്ടുള്ള കാര്യകാരണ ബന്ധം തെളിയിക്കപ്പെടണം. അതാണ് ശാസ്ത്രത്തിൻ്റെ മെത്തഡോളജി എന്ന് പറയുന്നത്. ശാസ്ത്രം അറിവിൻ്റെ ഒരു ഭണ്ഡാകാരമാണ്, അതേസമയം അതൊരു മെത്തഡോളജി കൂടിയാണ്, അല്ലേ? നേരത്തെ പറഞ്ഞല്ലോ,
റിപ്പീറ്റബിലിറ്റിയും അതൊക്കെ പറഞ്ഞില്ലേ. അപ്പോൾ അങ്ങനെ വേണം പ്രയോഗിച്ചിട്ട് നമ്മൾ ഈ ബന്ധം കണ്ടെത്താൻ വേണ്ടിയിട്ട്. ഇവിടെ കുറച്ച് ആൾക്കാർ ജൈവ കൃഷിയിൽ ഉയർന്ന ഉൽപ്പാദനം ഉണ്ടാക്കി എന്ന് പറഞ്ഞതിനെ കൊണ്ട് അത് ശരിയാവണമെന്നില്ല. അത് നിലനിർത്താൻ പറ്റുന്നുണ്ടോ? നെല്ല് മാതിരിയുള്ള വിളകളിൽ വൻതോതിൽ റിമൂവൽ, അതായത് ഒരു ഹെക്ടർ സ്ഥലത്ത് നിന്ന് ഒരു 5000 കിലോ നെല്ലും 5000 കിലോ വൈക്കോലും വേണ്ടി നഷ്ടപ്പെടുന്ന ഒരു സ്ഥലത്ത് ഈ ജൈവമായിട്ട് മാത്രം പ്രയോഗിച്ച് കഴിഞ്ഞാൽ എല്ലാ മൂലകങ്ങളും കിട്ടുമോ? എത്ര കാലം നന്നാക്കാൻ വേണ്ടിയിട്ട് പറ്റും? അങ്ങനെയുള്ളതാണ് വരേണ്ടത്. അല്ലാണ്ട് കേവലം കുറച്ച് ആൾക്കാർ ചെയ്തതിനെ കൊണ്ട് അതിനൊരു ഉത്തരമാവുന്നില്ല. അത് കേവലം അനുഭവ സാക്ഷ്യങ്ങൾ മാത്രമേ ആവുന്നുള്ളൂ. അല്ല, അനുഭവങ്ങൾ നമ്മൾ പഠിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. നമ്മൾ ഏത് അനുഭവവും പഠിക്കാൻ തയ്യാറാണ്. നമ്മൾക്ക് ഒന്നിനോട് അയിത്തില്ല. അല്ലല്ല, അതായത് ചില കാര്യങ്ങൾ നമ്മൾക്ക് പഠിക്കാണ്ട് തന്നെ പറയാൻ വേണ്ടിയിട്ട് കാരണം അത്രമാത്രം തെളിവുകൾ ശാസ്ത്രം ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട്. ഉദാഹരണത്തിന് ഞാൻ പറയാം, നിങ്ങളുടെ വാഴക്ക് തിരിമുട്ടലുണ്ടെങ്കിൽ നിങ്ങൾ കുമ്മായം ഇടണം. അത് വേറെ പഠിക്കേണ്ട കാര്യമില്ല. അത് അറിയുന്നതാണ്. കാരണം അത് ഒരുപാട് പഠനങ്ങളിലൂടെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. മറ്റല്ലാണ്ട് ജൈവ കൃഷി ശാസ്ത്രം പഠിച്ചിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ജൈവ കൃഷി. ഒരു ഉരുള് കഴിക്കലും ഇല്ല. ശാസ്ത്രം പഠിച്ചിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ജൈവ കൃഷി. അതിൻ്റെ വിവിധങ്ങളായിട്ടുള്ള കാര്യങ്ങൾ ശാസ്ത്രം എത്രയോ തവണ പഠിച്ചു കഴിഞ്ഞു. ഒരു ഉരുണ്ട് കളിയുമില്ല. ഞാൻ പറഞ്ഞില്ലേ, ഈ ജൈവ കൃഷിയെ കുറിച്ചിട്ട് ശാസ്ത്രത്തിന് ഒന്നിനോട് അയിത്തുമില്ല. ജൈവ കൃഷി നാഷണൽ പ്രോഗ്രാം ഓഫ് ഓർഗാനിക് ഫാമിംഗ് NPOP എന്ന് പറഞ്ഞിട്ടുള്ളത് ഇന്ത്യൻ കാർഷിക ഗവേഷണ കൗൺസിലിൻ്റെ കീഴിൽ നടത്തുന്നുണ്ട്. ജൈവ കൃഷി എവിടെയും നടത്തണ്ട എന്നുള്ള അഭിപ്രായമല്ല എനിക്കുള്ളത്. തെരഞ്ഞെടുത്ത സെക്ടറുകളിൽ, തെരഞ്ഞെടുത്ത സ്ഥലങ്ങളിൽ നിങ്ങൾ ജൈവ കൃഷി നടത്തിക്കോളൂ. ഒരു കീടനാശിനിയും ഒരു രാസവളവും ഉപയോഗിക്കാതെ തെരഞ്ഞെടുത്ത സ്ഥലങ്ങളിൽ നടത്തിക്കോളൂ. താല്പര്യമുള്ള ആൾക്കാർക്ക് നടത്തിക്കോളൂ. ഒരു ഫാഷൻ ഷോ പോലെ നടത്തുന്നതിൽ തെറ്റില്ല. പക്ഷെ ഒരു ഇതിൻ്റെ സംസ്ഥാനത്തിൻ്റെ പോളിസിയായിട്ട് മുഴുവനായിട്ട് വരുമ്പോഴാണ് അത് തകരാറായിട്ട് വരുന്നത്. തെരഞ്ഞെടുത്ത സ്ഥലങ്ങളിൽ നടത്തുന്നതിൽ തെറ്റ്. അടുത്തത്, ഗോഡൗണുകളിൽ ധാന്യങ്ങൾ ചീഞ്ഞുനാറി പുഴുവരിച്ച് നശിക്കുമ്പോഴും ആദിവാസി ഊരുകളിലും മറ്റും പട്ടിണി മരണങ്ങളാണല്ലോ നടക്കുന്നത്. അതായത് നമ്മൾ സാധാരണ ആൾക്കാർ ഉടുത്ത് നടക്കുന്നു, ഫാഷൻ ഷോകൾ അത്യാവശ്യം അവിടെ ഇവിടെയൊക്കെ നടക്കുന്നു, അങ്ങനെ കാണുന്നില്ലേ? മാതിരിയുള്ള ഒരു ഫാഷൻ ഷോ ആണ് അല്ല ജൈവ കൃഷി. അല്ലാതെ ബാക്കിയുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരമാക്കാൻ അതിന് കഴിയില്ല. അപ്പോൾ ഇത് ഞാൻ മുഴുവൻ വായിക്കാം. സ്കൂൾ ഉച്ചക്കഞ്ഞി ദാനം വാങ്ങി ജീവിക്കുന്ന ഒരു കുടുംബത്തിൻ്റെ കാഴ്ച എല്ലാവരും കണ്ടതാണല്ലോ. ഇവിടെ പണ്ടും ഉണ്ടായിട്ടുള്ളത് വിതരണത്തിലെ അപാകതകൾ മാത്രമല്ലേ? അപ്പോൾ ആബ്സല്യൂട്ടായിട്ട് ഒരു ഡെഫിസിറ്റ് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ ഇനിയും നമ്മൾ സംശയിക്കുകയാണ്. പഴയ ആൾക്കാരോടൊന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയാം, അമേരിക്കയിൽ നിന്നില്ലെങ്കിൽ ഗോതമ്പ് കൊണ്ടുവരേണ്ട കാര്യം ഉണ്ടായിരുന്നില്ലല്ലോ. ആബ്സല്യൂട്ട് ഡെഫിസിറ്റ് ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. റിലേറ്റീവ് മാത്രമല്ല, പക്ഷേ ഇന്ന് കാണുന്നത് റിലേറ്റീവ് ഡെഫിസിറ്റാണ്. അതിന് ഉത്തരം കൊടുക്കേണ്ടത് ജനാധിപത്യമാണ്. രാഷ്ട്രീയ പാർട്ടികളും ജനാധിപത്യമാണ് അതിന് ഉത്തരം കൊടുക്കേണ്ടത്. ഭാവിയിൽ ഉൽപ്പാദനത്തിൽ നിന്നും വിത്തെടുത്ത് വിളയിക്കാൻ കഴിയില്ലെന്നും ഒരു തവണ മാത്രമേ കൃഷിയെടുക്കാൻ പറ്റൂ എന്നാണ് വിത്തുകൾ വൻകിടക്കാരോട് വാങ്ങേണ്ടി വരുമെന്നും പറയുന്നു. വളത്തിൽ നിന്നല്ല, തളിക്കുന്ന വിഷമാണ് പ്രശ്നമാകുന്നത് എന്നാണ് പറയുന്നത്. അതായത് നമ്മൾ പല രീതിയിലുള്ള വിത്തുകളുണ്ട്. ഹൈബ്രിഡ് വിത്തുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത തലമുറ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. പക്ഷേ ബാക്കിയുള്ള വിത്തുകൾ വെറൈറ്റീസ് ആണെങ്കിൽ നമുക്ക് അടുത്ത തലമുറയും ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റും. ജൈവ രീതി ശാസ്ത്രീയ രീതിക്ക് എതിരല്ലല്ലോ, പിന്നെ എന്തിന് വ്യാഖ്യാനം ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ, ജൈവ രീതിയിൽ ശാസ്ത്രത്തിൻ്റെ ഒരു നിരാസം ഉണ്ട്. അവിടെ പിന്നെ നിങ്ങൾ ജൈവ രീതിയിൽ ചെയ്തോളൂ, പക്ഷേ അതിൽ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള മൂലകങ്ങൾ നിങ്ങളുടെ പിന്നെ കൃഷിയിൽ ഒരു മൂലകത്തിൻ്റെ കുറവ് കണ്ടു, നേരത്തെ കാണുന്ന ലക്ഷണം കണ്ടു എന്ന് വെച്ചോ, നിങ്ങൾ എങ്ങനെ പരിഹരിക്കും? അതായത് നിങ്ങളെ ശാസ്ത്രമൊക്കെ അവിടെ വെച്ച് ഞങ്ങൾ ജൈവം ചെയ്തോളാം എന്ന് പറയുമ്പോൾ അവിടെ ഒരു ശാസ്ത്ര നിരാസമുണ്ട്. അത് ഇന്ന് പൊതുവായിട്ട് നമ്മുടെ സമൂഹത്തിൽ കാണുന്നതാണ്.
നമ്മൾ മറിച്ച് ഒരു പ്രശ്നത്തിന് നമ്മൾക്ക് ശാസ്ത്രത്തിലൊരു പരിഹാരമുണ്ട് എന്ന് പറയുമ്പോൾ അത് സ്വീകരിക്കുന്നുണ്ടെങ്കിൽ പിന്നെ പ്രശ്നമില്ല. നിങ്ങളുടെ മണ്ണിൽ മഗ്നീഷ്യം കുറവുണ്ട്, അപ്പോൾ ഞാൻ മഗ്നീഷ്യം ഇടാം, അല്ലെങ്കിൽ ഡോളോമൈറ്റ് ഇടാം, അതൊരു പരിഹാരമാണ് എന്ന് പറഞ്ഞ് ഉപയോഗിക്കുന്നതിൽ തെറ്റില്ല. പക്ഷെ അതേസമയം ഞാൻ ജൈവം മാത്രമേ ചെയ്യുള്ളൂ എന്ന് കടുംപിടുത്തം പിടിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ കൃഷി നശിക്കും, അത് കൃഷിക്കാരനാണ് നഷ്ടം. പിന്നെ പെട്രോളിയം വളരെ പരിമിതമാണെന്ന് താങ്കൾ പറഞ്ഞല്ലോ. രാസവളം ഉണ്ടാക്കുന്നതിന് ധാരാളം പെട്രോളിയം ആവശ്യമാണല്ലോ. അങ്ങനെയെങ്കിൽ രാസകൃഷിക്ക് ഭാവിയുണ്ടോ? നല്ല ചോദ്യമാണ്. ഞാൻ പറഞ്ഞില്ലേ, പെട്രോളിയം പ്രൊഡക്ട്സ് ആണ് പിന്നെ ഈ അമോണിയ അല്ലെങ്കിൽ ഫാക്ടം ഫോസിലൊക്കെ വരുന്നത്, അതൊക്കെ പെട്രോളിയം പ്രൊഡക്റ്റാണ്. ഫോസ്ഫാറ്റിക് വളങ്ങളൊക്കെ മൊറോക്കോയിൽ നിന്നും പല സ്ഥലങ്ങളിൽ നിന്നും കുഴിച്ചെടുക്കുന്നതാണ്. പൊട്ടാസ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല രാജ്യങ്ങളിൽ നിന്നും പാറപ്പൊടിയാണത്. അത് പാറ പൊടിച്ചു കൊണ്ടിരുന്നതാണ് പൊട്ടാസ്യം എന്ന് പറഞ്ഞാൽ. ബോറാക്സ് എന്ന് പറഞ്ഞാൽ പാറയാണ്, മാഗ്നസൈറ്റ് എന്ന് പറഞ്ഞാൽ പാറയാണ്. ഇതൊക്കെ ധാതുക്കൾ പൊടിച്ചിട്ട് വരുന്നതാണ്. അപ്പോൾ അതൊക്കെ ഒരു കാലത്ത് തീർന്നു പോകും. പെട്രോളിയം ഒരു കാലത്ത് തീർന്നു പോവില്ലേ എന്ന് വെച്ചിട്ട് കാറും ബസ് ഓടാതിരിക്കുന്നില്ലല്ലോ. കാറും ബസ് ഇന്നു മുതൽ എല്ലാം നിർത്താൻ, നമ്മൾ നാളെ മുതൽ നടക്കാമെന്ന് പറയുന്നില്ലല്ലോ. പെട്രോളിയം തീർന്നു പോകുമെന്ന് വെച്ചിട്ട്, കൽക്കരി തീർന്നു പോകുമെന്ന് വെച്ചിട്ട് താപനിലയങ്ങൾ ഇന്നേ പ്രവർത്തിക്കാതിരിക്കുന്നൊന്നുമില്ലല്ലോ. അപ്പോൾ അപ്പോഴേക്കും മാർഗങ്ങൾ കണ്ടുപിടിക്കും ശാസ്ത്രം. ഇന്ന് വലിയ തോതിൽ കടൽ ജലം ഉപയോഗിച്ചുകൊണ്ട് ഈ മൂലകങ്ങളെ റീപ്ലനിഷ് ചെയ്യാമെന്ന് മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ സീവീഡ്സ് ഉപയോഗിച്ചുകൊണ്ടുള്ള ഇതിൻ്റെ ഇൻഡസ്ട്രി വളർന്നു വരികയാണ്. നാളെ ഇതിനത് ബദലായിട്ട് വരും. അങ്ങനെ വരുമ്പോൾ നാളെ ഇത് തീർന്നു കഴിഞ്ഞാൽ, പെട്രോളിയം തീർന്നു കഴിഞ്ഞാലും നമുക്ക് കൃഷി നടക്കണമല്ലോ. ഗ്ലോബൽ വാർമിങ്ങിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം നൈട്രജൻ ഓക്സൈഡ് ആണല്ലോ. ക്ലൈമറ്റ് ചേഞ്ച് ഉണ്ടാക്കുന്ന രീതിയിൽ മനുഷ്യപ്രവർത്തനങ്ങൾ തുടരാൻ കഴിയുമോ? സ്വാഭാവികമായിട്ടും നല്ല ചോദ്യമാണ്. അപ്പോൾ തീർച്ചയായിട്ടും. പക്ഷേ ജൈവവളങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാലും ഈ ഗ്യാസ് വരാം. പെട്രോളിയം മറ്റേത് മാത്രമല്ല, ജൈവ കൃഷിയിലായി കഴിഞ്ഞാലും ഈ ഗ്യാസുകൾ പിന്നെ പാടശേഖരങ്ങളിൽ നിന്നുള്ള ഈ ഗ്യാസ് വരാം. കൃഷിയിൽ അത് വരുന്നുണ്ട്. പിന്നെ പഴയ പട്ടിണി വർണ്ണങ്ങളുടെ കാരണം യുദ്ധങ്ങളും സാമൂഹ്യ ക്രമീകരണങ്ങളും അപാകതമാണെന്ന് ചരിത്രത്തിൽ കാണാവുന്നതാണ്. കേവലം പ്രൊഡക്ഷൻ ഇല്ലായ്മ അല്ലല്ലോ പട്ടിണിയുടെ കാരണം എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഉൽപ്പാദനക്ഷമത കുറഞ്ഞത്, ഉൽപ്പാദനക്ഷമതയും കുറഞ്ഞത് തന്നെയാണ്. ക്യാൻസർ വാർദ്ധക്യത്തിൽ മാത്രമല്ല കാണുന്നത്, ആയുർദൈർഘ്യം കൂടിയത് കൊണ്ടാണ് ക്യാൻസർ കൂടിയത് എന്ന് അസന്നിഗ്ധമായി പറയാമോ? ഞാൻ പറഞ്ഞു ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന് എന്നാണ് ഞാൻ പറഞ്ഞത്. ഒരുപാട് ക്യാൻസറിനുള്ള കാരണങ്ങളിൽ ഒന്ന് നമ്മൾ കാണാതിരിക്കുന്നതും മാധ്യമങ്ങൾ പറയാതിരിക്കുന്നതും ഇതാണ്. കേരളത്തിൻ്റെ കാര്യത്തിൽ ആ ഒരു കാരണത്തിന്, വാർദ്ധക്യവുമായിട്ടുള്ള ഏജിങ്ങുമായിട്ടുള്ള ബന്ധത്തിന് വളരെയധികം പ്രസക്തിയുണ്ട്. ഗാഡ്ഗിൽ റിപ്പോർട്ട് പശ്ചിമഘട്ട മേഖലയിൽ ജൈവകൃഷി ശുപാർശ ചെയ്തിരിക്കുന്നതിനെക്കുറിച്ച് എന്താണ് അഭിപ്രായം? രാസവളം ഉപയോഗിച്ചാൽ നദികളിലൂടെ ഒഴുകി വന്ന് മൊത്തം പരിസ്ഥിതിയെ ബാധിക്കുമെന്നാണ് പറയുന്നത്. ഈ സാഹചര്യത്തിൽ ജൈവകൃഷിയല്ലേ അഭികാമ്യം? ചിലപ്പം അവിടെ പിന്നെ ഒരു റിസർവ് ഫോറസ്റ്റ് ഉണ്ടെങ്കിൽ അതിന് ചുറ്റുമുള്ള മേഖലകളിൽ പരിസ്ഥിതി നാശം അല്ലെങ്കിൽ എന്താ പറയുക, പരിസ്ഥിതിക്കുള്ള വ്യത്യാസം ഏറ്റവും കുറക്കണമെങ്കിൽ അവിടെ പിന്നെ ഈ സ്ഥിര വിളകൾ, ധാന്യവിളകളല്ലാണ്ട് സ്ഥിരവിളകൾ കൃഷി ചെയ്യുകയും അതുവഴി കുറച്ചുകൂടെ പിന്നെ ഫോറസ്റ്റിൻ്റെ ഇത് കുറക്കാനും വേണ്ടി സാധിക്കും. അങ്ങനെയുള്ള സ്ഥലങ്ങൾ തീർച്ചയായിട്ടും ജൈവകൃഷി ആകാവുന്നതാണ്. ഗാഡ്ഗിൽ റിപ്പോർട്ടിനെ ഞാൻ അംഗീകരിക്കുന്നില്ല. പക്ഷേ തെരഞ്ഞെടുത്ത സ്ഥലങ്ങളിൽ, തെരഞ്ഞെടുത്ത വിളകളിൽ ജൈവകൃഷി ആവുന്നതിനെ കൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഒരു സംസ്ഥാനത്തിൻ്റെ മൊത്തം പിന്നെ പോളിസിയായിട്ട് മാറുന്നത് ശരിയല്ല എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഒരു ചോദ്യം കൂടിയുണ്ട്, അതും കൂടെ വായിച്ചിട്ട് നിർത്താം. USSRന്റെ തകർച്ചയോടെ കാർഷിക നിവേശങ്ങളുടെയും മറ്റും കാര്യത്തിൽ സംഭവിച്ചു കഴിഞ്ഞ ആപേക്ഷിക ഇടിവിനെ തുടർന്നുണ്ടായ പ്രതിസന്ധിയെ ക്യൂബ പരമ്പരാഗത കാർഷിക രീതികളിലൂടെയും ജൈവകൃഷിയിലൂടെയും മറികടന്നു എന്ന് വായിച്ചിട്ടുണ്ട്. ക്യൂബൻ അനുഭവം ജൈവകൃഷിയെ പിന്താങ്ങുന്നുണ്ടോ? ഒന്നാമത്തെ ചോദ്യം. തീർച്ചയായിട്ടും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യൂബ പിന്നെ ഒരുപാട് സ്ഥലം ഉള്ള, ജനസംഖ്യ അല്ലെങ്കിൽ പിന്നെ പോപ്പുലേഷൻ ഡെൻസിറ്റി വളരെ കുറഞ്ഞ ഒരു രാജ്യമാണ്. അവർക്ക് ഇഷ്ടം പോലെ സ്ഥലമുണ്ട്. അതുകൊണ്ട് ക്യൂബ പോകുന്നതിൽ ഒരു തെറ്റും നമുക്ക് പറയണ്ട. ക്യൂബ ജൈവമായിട്ട് തന്നെ ചെയ്തോട്ടെ. മാക്സിമം പുനർചംക്രമണം നടത്തിക്കൊണ്ട് ക്യൂബക്ക് പോകാൻ പറ്റുമെങ്കിൽ ക്യൂബ പോയിക്കോട്ടെ. യാതൊരു കുറവും നമ്മൾ പറയുന്നില്ല. പക്ഷെ അത് ഇന്ത്യയിൽ സാധിക്കുമോ എന്നുള്ളതാണ് ചോദ്യം. നമ്മൾ ഇന്ന് കാണുന്ന ഈ കൃഷിയൊക്കെ നിർത്തിവെച്ചുകൊണ്ട് പൂർണ്ണമായിട്ടും ക്യൂബ പോകുന്നത് മാതിരി ഇന്ത്യക്ക് ജൈവ കൃഷിയിലേക്ക് പോകാൻ സാധിക്കുമോ? ക്ഷാമം എന്നത് കേരള ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ടോ? ക്ഷാമം നിങ്ങൾ പിന്നെ വായിക്കേണ്ട കുറേ പുസ്തകങ്ങളുണ്ട്. ഒന്ന് കേരള ചരിത്രവും ജാതി വ്യവസ്ഥയും, PK ബാലകൃഷ്ണൻ്റെ പിന്നെ വായിച്ചു കഴിഞ്ഞാൽ അറിയാം പഴയകാല ദരിദ്രത്തിൻ്റെ കഥകൾ. പിന്നെ ഇപ്പം കുറേയൊക്കെ കേരളത്തിൽ അങ്ങനെ റെക്കോർഡഡ് ഹിസ്റ്ററീൻ്റെ ഒരു കുറവുണ്ട്. അപ്പോൾ പഴയ കഥകളും ഒക്കെ, നന്ദനാരുടെ കഥകളും പിന്നെ കോവിലിൻ്റെയും കാരൂർ നീലാണ്ടപ്പിള്ളിയുടെയൊക്കെ സ്കൂൾ കുട്ടിയുടെ
പിന്നെ എന്താ പറയുക ഉച്ചഭക്ഷണം കട്ട് തിന്നുന്ന അധ്യാപകൻ്റെ കഥയൊക്കെ വായിച്ചിട്ടുണ്ടാവുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതൊക്കെ ചെറിയ ചെറിയ തുരുത്തുകൾ മാത്രമായിട്ടാണ്. ഓ ആ അതെ 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 ആ തീർച്ചയായിട്ടും ആ അതെ അതെ, രണ്ട് കാര്യങ്ങളാണ് ചോദിച്ചത്. അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്, ഒന്ന് ജൈവ വൈവിധ്യത്തെ കുറക്കുന്നതല്ലേ? തീർച്ചയായിട്ടും കുറക്കുന്നതാണ്. മുമ്പേ 100-100 വെറൈറ്റികൾ കൃഷി ചെയ്യുന്ന സ്ഥലത്ത് ഇന്ന് ഒരു വെറൈറ്റി അല്ലെങ്കിൽ 2 വെറൈറ്റി മാത്രം കൃഷി ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ജൈവ വൈവിധ്യം കുറയുന്നുണ്ട്. പക്ഷേ ശാസ്ത്രത്തിന് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ശാസ്ത്രം ചെയ്യുന്നുണ്ട്. എന്താണ്? പണ്ടുണ്ടായിരുന്ന ഇനങ്ങളെ മുഴുവൻ ഞാൻ പറയില്ല എങ്കിലും വലിയൊരു ശതമാനം ശേഖരിച്ചെടുത്ത് നാഷണൽ ബ്യൂറോ ഓഫ് പ്ലാന്റ് ജനറ്റിക് റിസോഴ്സസിൽ -173°C ആ വിത്തുകൾ ഉറങ്ങിക്കിടക്കുന്നുണ്ട്. സ്വീഡനിലെ ഒരു മഞ്ഞ് മല 2 കിലോമീറ്റർ തുരന്ന് അതിൻ്റെ അകത്ത് പ്രകൃതിദത്തമായിട്ടുള്ള അവസ്ഥയിൽ മഞ്ഞുമലയുടെ അകത്ത് ഈ വിത്തുകൾ അതിൻ്റെ പാസ്പോർട്ട് ഇൻഫർമേഷൻ ഉണ്ടാക്കിയിട്ട് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. അത് ആവശ്യക്കാർക്ക് വേണമെങ്കിൽ ഇത് കൊടുക്കുന്നുണ്ട്. പുതിയ തക്കാളി വിത്ത് ഉണ്ടാക്കിയത് എങ്ങനെയാണ്? ഇപ്പം ഈ NPPGR എന്നുള്ള വിത്ത് എടുത്തിട്ടാണ് പുതിയ ഇനങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് അത് ഉപയോഗിച്ചിട്ട്. അപ്പോൾ വലിയ തോതിൽ അത് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ പറയുന്നത് എന്താണ്? കൃഷിയിടങ്ങളിലും ജൈവ വൈവിധ്യം വേണം. 1-2 വിത്ത് മാത്രം പോരാ, പലതരം വിത്തുകൾ കൃഷി ചെയ്യണം എന്ന് തന്നെയാണ് നമ്മൾ പറയുന്നത്. ജൈവ വൈവിധ്യം എങ്കിൽ മാത്രമേ സ്റ്റെബിലിറ്റി ഉണ്ടാവുള്ളൂ. പിന്നെ നിങ്ങൾ പറഞ്ഞ രണ്ടാമത്തെ, രാസവളം ഇട്ട് കഴിഞ്ഞാൽ മണ്ണിൻ്റെ സൂക്ഷ്മജീവികളുടെ എണ്ണം കുറയുമെന്നുള്ളതാണ്. രാസവളം മാത്രമായിട്ട് ഇടുകയാണെങ്കിൽ കാലക്രമേണ സൂക്ഷ്മജീവി വൈവിധ്യത്തിൽ കുറവ് വരാം. പക്ഷേ നമ്മളൊരിക്കലും അങ്ങനെ പറയുന്നില്ല. നമ്മൾ അതിൻ്റെ കൂടെ ആനുപാതികമായിട്ട് ജൈവവളങ്ങൾ കൂടെ ചേർക്കണം എന്ന് പറയുന്നു. അങ്ങനെയുള്ള ഖണ്ഡങ്ങളിലാണ് പിന്നെ സോയിൽ എൻസൈം സ്റ്റാറ്റസ് ഏറ്റവും കൂടുതൽ എന്നുള്ളതാണ് പട്ടാമ്പി എന്നുള്ള റിവ്യൂ പറയുന്നത്. ഏറ്റവും കൂടുതൽ അവിടെയാണ്. അപ്പോൾ ഇത്രയുമാണ്. മണ്ണിരയുടെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. മണ്ണിര ഒരു രാസവളം ഇടുമ്പോൾ മണ്ണിരയുടെ മേത്ത് വീണ് കഴിഞ്ഞാൽ ആ മണ്ണിര ചത്തുപോകും, സംശയമൊന്നുമില്ല. പക്ഷേ ആ രാസവളം ഒന്ന് മണ്ണുമായിട്ട് അലിഞ്ഞ് ചേർന്ന് കഴിഞ്ഞാൽ ചുറ്റുപാടുള്ള മണ്ണിര ഇവിടത്തേക്ക് വരും, അവിടെ വ്യാപിക്കുകയും ചെയ്യും. നമ്മളുടെ വായിൽ ഒരുപാട് ബെനഫിഷ്യൽ ഓർഗാനിസംസ് ഉണ്ട്. രാവിലെ പല്ല് തേക്കുമ്പം എല്ലാം പോവും, കുറച്ച് നേരം കഴിയുമ്പോൾ എല്ലാം വീണ്ടും വരും, ബെനഫിഷ്യലും വരും, ഹാംഫുളും വരും. ഇതൊക്കെ വളരെ എളുപ്പം വർദ്ധിക്കുന്നതാണ്. അതുകൊണ്ട് അതൊന്നും ഒരു പ്രശ്നമുള്ള കാര്യമല്ല. നമ്മൾ ജൈവാംശം ഉണ്ടെങ്കിൽ മണ്ണിൻ്റെ ഹെൽത്ത് റീഗെയിൻ ചെയ്ത് വന്നോളും. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.